എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ഏറ്റവും സുന്ദരവും എന്നാൽ അത്രത്തോളം തന്നെ ഭയാനകവുമായ ഒരിടമുണ്ട്. പച്ചപ്പിന്റെ ഒരു മഹാസമുദ്രം പോലെ പരന്നുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ, ആമസോൺ. വെറുമൊരു കാടല്ലാതെ ഒരു ജീവനുള്ള സത്വമാണ്. അതിനകത്ത് പ്രവേശിക്കുന്ന ഏതൊരാളെയും അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആമസോണിന്റെ ഉള്ളറകളിൽ പകൽ വെളിച്ചത്തിന് പോലും പ്രവേശിക്കാൻ കഴിയാത്തത്ര ഇടതൂർന്ന മരങ്ങളാണവിടെ. ഓരോ അടിയും മരണത്തിലേക്കുള്ള ചുവടുവെപ്പായേക്കാം. അവിടെയാണ് 26-കാരനായ ക്രിസ്റ്റഫർ എന്ന യുവാവ് അകപ്പെട്ടുപോയത്. സാഹസികതയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, പ്രകൃതിയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ കൊതിച്ചിരുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അവന് സംഭവിച്ചത് കേവലം ഒരു അപകടമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ നിസ്സഹായതയും പ്രകൃതിയുടെ വന്യതയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ബ്രസീലിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തിയതായിരുന്നു ക്രിസ്റ്റഫർ. ആമസോൺ കാടുകളുടെ അതിർത്തിയിലൂടെയുള്ള ഒരു ഗൈഡഡ് ടൂർ ആയിരുന്നു അവരുടെ ലക്ഷ്യം. സുരക്ഷിതമായ പാതയിലൂടെ പരിചയസമ്പന്നനായ ഒരു ഗൈഡിന്റെ പിന്നാലെ നടക്കുമ്പോൾ ക്രിസ്റ്റഫറിന്റെ കണ്ണുകൾ ആ മഹാരണ്യത്തിന്റെ വിസ്മയങ്ങളിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ കണ്ണിൽ അതിമനോഹരമായൊരു കാഴ്ച പതിഞ്ഞത്. തിളങ്ങുന്ന നീല നിറമുള്ള അപൂർവമിനമുണ്ട് ശലഭം. മോർഫോ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ആ ശലഭം അവന്റെ മുന്നിലൂടെ പാറിപ്പറന്നു. അതിനെ ക്യാമറയിൽ പകർത്താനായി അവൻ പാതയിൽ നിന്ന് വെറും 2-3 ചുവടുകൾ കാടിനുള്ളിലേക്ക് വെച്ചു. ക്യാമറയുടെ ലെൻസിലൂടെ ആ ശലഭത്തെ ഫോക്കസ് ചെയ്ത് അവൻ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നു. ശലഭം ദൂരേക്ക് മറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് ആ ഭയാനകമായ സത്യം അവന് മനസ്സിലായത്. താൻ വന്ന വഴി എവിടെയാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പച്ചപ്പുകൊണ്ട് തീർത്ത ഒരേപോലെയുള്ള ആയിരക്കണക്കിന് മരങ്ങൾ, എല്ലാ വശങ്ങളും ഒരുപോലെയിരിക്കുന്നു. സുഹൃത്തുക്കളുടെ ശബ്ദം കേൾക്കാൻ അവൻ കാതോർത്തു. എന്നാൽ കാടിന്റെ നിശബ്ദത മാത്രം അവനെ പൊതിഞ്ഞു നിന്നു. ക്രിസ്റ്റഫർ എന്ന് ഉറക്കെ വിളിച്ചു നോക്കി. പക്ഷേ ആ വലിയ മരങ്ങൾക്കിടയിൽ അവന്റെ ശബ്ദം ഒരു മുഴക്കം പോലുമില്ലാതെ ഇല്ലാതായി. അവൻ വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. താൻ ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്ന് വിശ്വാസത്തിലായിരുന്നു അവൻ. പക്ഷേ ആമസോൺ കാടുകളിൽ ദിശകൾക്ക് യാതൊരർത്ഥവുമില്ല. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ കൂടുതൽ ആ കാടിന്റെ ആഴങ്ങളിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. സമയം കടന്നുപോയി. കാടിനുള്ളിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങി. സൂര്യപ്രകാശം പൂർണ്ണമായും മറഞ്ഞു. പകൽ സമയത്ത് ശാന്തമായിരുന്ന ആമസോൺ രാത്രിയായതോടെ അതിന്റെ യഥാർത്ഥ ഭാവം പുറത്തെടുത്തു. കേട്ടുകേൾവി പോലുമില്ലാത്ത ആയിരക്കണക്കിന് ജീവികളുടെ ശബ്ദങ്ങൾ ആ കാടിനെ ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ക്രിസ്റ്റഫറിന്റെ പക്കൽ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ, ഒരു ചോക്ലേറ്റ് ബാർ, തന്റെ ക്യാമറ എന്നിവ മാത്രമാണുണ്ടായിരുന്നത്. ഇരുട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവനൊരു വലിയ മരത്തിന്റെ വേരുകൾക്കിടയിൽ ചുരുണ്ടുകൂടിയിരുന്നു. ഓരോ ഇലയനക്കവും ഏതെങ്കിലും വന്യമൃഗത്തിൻ്റേതാണോ എന്നവൻ ഭയന്നു. ആ രാത്രി അവന് യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. ഉറങ്ങാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവന് ചുറ്റും എന്തൊക്കെയോ ഇഴഞ്ഞു നീങ്ങുന്നതായി അവന് തോന്നി. ഭയം അവന്റെ ശിരകളിലൂടെ അരിച്ചു കഴുകുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവനൊരു ചെറിയ ആശ്വാസം തോന്നി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കണം എന്നവൻ ഉറപ്പിച്ചു. കാടിന്റെ നിയമങ്ങൾ അവൻ അറിയില്ലായിരുന്നു. മുകളിലേക്ക് നോക്കി സൂര്യന്റെ സ്ഥാനം മനസ്സിലാക്കി ഒരു ദിശയിലേക്ക് അവൻ നടക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയുള്ള വള്ളിപ്പടർപ്പുകളും കൂറ്റൻ വേരുകളും അവന്റെ യാത്ര ദുഷ്കരമാക്കി. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു. ചൂടും ഈർപ്പവും നിറഞ്ഞ ആ കാലാവസ്ഥയിൽ അവന് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു തുടങ്ങി. ചുണ്ടുകൾ വരണ്ടുപൊട്ടി. തൊണ്ടയിൽ ഒരു തുള്ളി വെള്ളത്തിനായി പ്രാണൻ പിടയുന്ന അവസ്ഥ. അവൻ ചുറ്റും നോക്കി, എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന്. എന്നാൽ അവന് ചുറ്റും ഉണങ്ങിയ ഇലകളും ചെടികളും മാത്രമാണുണ്ടായിരുന്നത്. ദാഹം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ കാട്ടുചെടികളുടെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ നക്കിക്കുടിക്കാൻ തുടങ്ങി. പക്ഷേ അതൊന്നും അവന്റെ ദാഹം ശമിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. 3-ാം ദിവസമായപ്പോഴേക്കും ക്രിസ്റ്റഫറിന്റെ ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. വിശപ്പും ദാഹവും അവനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. താൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന ചിന്ത അവന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നുവന്നു. വീട്ടിലെ സുരക്ഷിതമായ മുറിയും അമ്മയുടെ മുഖവും സുഹൃത്തുക്കളുടെ ചിരിയും അവന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി അത് അവന്റെ കവിളുകളിലെ അഴുക്കിലൂടെ താഴേക്ക് വീണു. എങ്കിലും തോറ്റുകൊടുക്കാൻ അവന്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും നടന്നു. പെട്ടെന്നാണ് അവന്റെ കാലുകൾ ഒരു ചെളിയിൽ പുതഞ്ഞത്. അവൻ താഴേക്ക് നോക്കി. അതൊരു ചെറിയ നീർച്ചാലായിരുന്നു. വെള്ളം കണ്ടതും അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെളി നിറഞ്ഞ മലിനമായ വെള്ളമായിരുന്നിട്ടും അവനത് ഇരു കൈകളും കൊണ്ട് കോരിക്കുടിച്ചു. ആ നിമിഷം ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള പാനീയമായി അവനത് തോന്നി. വെള്ളം കുടിച്ചതോടെ അവന്റെ ശരീരത്തിന് ചെറിയ ഉണർവ് ലഭിച്ചു.
പക്ഷേ അവന്റെ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. ആ നീർച്ചാലിനരികിൽ നിന്ന് കുറച്ചകലെയായി അവൻ ആ കാഴ്ച കണ്ടു. മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന വലിയ കാൽപ്പാടുകൾ. ഒരു ജാഗ്വാറിന്റെ കാൽപ്പാടുകളായിരുന്നു അത്. ആമസോണിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ. കാൽപ്പാടുകൾക്കധികം പഴക്കമില്ലെന്ന് അവന് മനസ്സിലായി. അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ അവന് തോന്നി. ശബ്ദമുണ്ടാക്കാതെ അവൻ അവിടെ നിന്ന് പതുക്കെ പിന്നോട്ട് നടന്നു. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ അവൻ വെച്ചു. കാടിന്റെ ഇരുളിൽ എവിടെയോ ഒരു ജോഡി തിളങ്ങുന്ന കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ഭയം അവനെ വേട്ടയാടാൻ തുടങ്ങി. രാത്രിയായപ്പോൾ അവനൊരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെ ഒരു വലിയ കൊമ്പിൽ അവൻ തന്റെ ബെൽറ്റ് ഉപയോഗിച്ച് സ്വയം ബന്ധിച്ചു. താഴെ വീഴാതിരിക്കാൻ അതവനെ സഹായിച്ചു. ആ രാത്രിയിൽ കാടിന്റെ നിശബ്ദതയെ കീറിമുളിച്ചുകൊണ്ട് ഒരു ജാഗ്വാറിന്റെ ഗർജനം മുഴങ്ങിക്കേട്ടു. അത് വളരെ അടുത്തായിരുന്നു. ക്രിസ്റ്റഫർ കണ്ണുകൾ മുറുക്കിയടച്ച് പ്രാർത്ഥിച്ചു. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്നവൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ബാർ അവൻ ദിവസങ്ങൾക്ക് മുൻപേ കഴിച്ചു തീർത്തിരുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കാട്ടിൽ കാണുന്ന ചില പഴങ്ങൾ അവൻ തിന്നാൻ നോക്കി. എന്നാൽ അതിൽ പലതും കടുത്ത കയ്പുള്ളതും വിഷാംശമുള്ളതുമായിരുന്നു. ഒടുവിൽ ജീവൻ നിലനിർത്താൻ അവൻ മറ്റൊരു വഴി കണ്ടെത്തി. മരത്തൊലികൾക്കിടയിലുള്ള ചെറിയ പ്രാണികളെയും പുഴുക്കളെയും അവൻ തിന്നാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൻ അറുപ്പ് തോന്നിയെങ്കിലും വിശപ്പിന്റെ മുന്നിൽ അറുപ്പിന് സ്ഥാനമില്ലായിരുന്നു. ജീവിക്കണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. 7-ാം ദിവസമായപ്പോഴേക്കും ക്രിസ്റ്റഫറിന്റെ ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. വിശപ്പും ദാഹവും അവനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. താൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന ചിന്ത അവന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നുവന്നു. വീട്ടിലെ സുരക്ഷിതമായ മുറിയും അമ്മയുടെ മുഖവും സുഹൃത്തുക്കളുടെ ചിരിയും അവന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി അത് അവന്റെ കവിളുകളിലെ അഴുക്കിലൂടെ താഴേക്ക് വീണു. എങ്കിലും തോറ്റുകൊടുക്കാൻ അവന്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും നടന്നു. പെട്ടെന്നാണ് അവന്റെ കാലുകൾ ഒരു ചെളിയിൽ പുതഞ്ഞത്. അവൻ താഴേക്ക് നോക്കി. അതൊരു ചെറിയ നീർച്ചാലായിരുന്നു. വെള്ളം കണ്ടതും അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെളി നിറഞ്ഞ മലിനമായ വെള്ളമായിരുന്നിട്ടും അവനത് ഇരു കൈകളും കൊണ്ട് കോരി കുടിച്ചു. ആ നിമിഷം ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള പാനീയമായി അവനത് തോന്നി. വെള്ളം കുടിച്ചതോടെ അവന്റെ ശരീരത്തിന് ചെറിയ ഉണർവ് ലഭിച്ചു. പക്ഷേ അവന്റെ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. ആ നീർച്ചാലിനരികിൽ നിന്ന് കുറച്ചകലെയായി അവൻ ആ കാഴ്ച കണ്ടു. മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന വലിയ കാൽപ്പാടുകൾ. ഒരു ജാഗ്വാറിന്റെ കാൽപ്പാടുകളായിരുന്നു അത്. ആമസോണിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ. കാൽപ്പാടുകൾക്കധികം പഴക്കമില്ലെന്ന് അവന് മനസ്സിലായി. അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ അവന് തോന്നി. ശബ്ദമുണ്ടാക്കാതെ അവൻ അവിടെ നിന്ന് പതുക്കെ പിന്നോട്ട് നടന്നു. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ അവൻ വെച്ചു. കാടിന്റെ ഇരുളിൽ എവിടെയോ ഒരു ജോഡി തിളങ്ങുന്ന കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ഭയം അവനെ വേട്ടയാടാൻ തുടങ്ങി. രാത്രിയായപ്പോൾ അവനൊരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെ ഒരു വലിയ കൊമ്പിൽ അവൻ തന്റെ ബെൽറ്റ് ഉപയോഗിച്ച് സ്വയം ബന്ധിച്ചു. താഴെ വീഴാതിരിക്കാൻ അതവനെ സഹായിച്ചു. ആ രാത്രിയിൽ കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ജാഗ്വാറിന്റെ ഗർജനം മുഴങ്ങിക്കേട്ടു. അത് വളരെ അടുത്തായിരുന്നു. ക്രിസ്റ്റഫർ കണ്ണുകൾ മുറുക്കിയടച്ച് പ്രാർത്ഥിച്ചു. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്നവൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ബാർ അവൻ ദിവസങ്ങൾക്ക് മുൻപേ കഴിച്ചു തീർത്തിരുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കാട്ടിൽ കാണുന്ന ചില പഴങ്ങൾ അവൻ തിന്നാൻ നോക്കി. എന്നാൽ അതിൽ പലതും കടുത്ത കയ്പുള്ളതും വിഷാംശമുള്ളതുമായിരുന്നു. ഒടുവിൽ ജീവൻ നിലനിർത്താൻ അവൻ മറ്റൊരു വഴി കണ്ടെത്തി. മരത്തൊലികൾക്കിടയിലുള്ള ചെറിയ പ്രാണികളെയും പുഴുക്കളെയും അവൻ തിന്നാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൻ അറുപ്പ് തോന്നിയെങ്കിലും വിശപ്പിന്റെ മുന്നിൽ അറുപ്പിന് സ്ഥാനമില്ലായിരുന്നു. ജീവിക്കണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. 7-ാം ദിവസമായപ്പോഴേക്കും ക്രിസ്റ്റഫറിന്റെ ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. വിശപ്പും ദാഹവും അവനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. താൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന ചിന്ത അവന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നുവന്നു. വീട്ടിലെ സുരക്ഷിതമായ മുറിയും അമ്മയുടെ മുഖവും സുഹൃത്തുക്കളുടെ ചിരിയും അവന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അത് പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത്. അല്പനേരം കൊണ്ട് തന്നെ അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആമസോണിലെ മഴ വെറുമൊരു മഴയല്ല, അതൊരു പ്രളയം പോലെയാണ്. മരങ്ങൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിച്ചു വന്നു. തണുപ്പ് അവന്റെ അസ്ഥികളിലേക്ക് തുളച്ചുകയറി. അഭയം പ്രാപിക്കാൻ അവനൊരു ഗുഹയോ വലിയ മരപ്പൊത്തോ അന്വേഷിച്ചു. ഒടുവിൽ ഒരു വലിയ മരത്തിന്റെ വേരുകൾക്കിടയിലുള്ള ഒരു ചെറിയ കുഴിയിൽ അവൻ ചുരുണ്ടുകൂടി കിടന്നു. മഴവെള്ളം അവന്റെ ശരീരത്തിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. തണുപ്പ് സഹിക്കാൻ കഴിയാതെ അവൻ വിറച്ചുകൊണ്ടിരുന്നു. പനി അവനെ പിടികൂടാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി അവന് വിഭ്രാന്തികളുണ്ടായി തുടങ്ങി. ഇരുട്ടിൽ ആരോ തന്നെ വിളിക്കുന്നതുപോലെ അവന് തോന്നി. തന്റെ മുന്നിൽ സുഹൃത്തുക്കൾ നിൽക്കുന്നതായി അവൻ കണ്ടു.
അവൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് വിശക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്നവൻ കരഞ്ഞു പറഞ്ഞു. പക്ഷേ കൈ നീട്ടിയപ്പോൾ അവർ കാറ്റിൽ മാഞ്ഞുപോയി. അത് വെറും തോന്നലുകളാണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ തലച്ചോർ അവനെ ചതിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത പ്രഭാതത്തിൽ മഴ തോർന്നിരുന്നു. പക്ഷേ ക്രിസ്റ്റഫറിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കടുത്ത പനി അവനെ തളർത്തിയിരുന്നു. അവന്റെ ഇടതുകാലിലെ മുറിവ് വല്ലാതെ പഴുത്തിരുന്നു. അതിൽ നിന്ന് അസഹനീയമായ വേദന അവൻ അനുഭവിച്ചു. ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് അവന് തോന്നി. ഇവിടെ കിടന്ന് മരിക്കാം എന്നവൻ ഒരു വേള ചിന്തിച്ചു. പക്ഷേ അവന്റെ ഉള്ളിലെ അതിജീവനത്തിന്റെ കനൽ പൂർണ്ണമായും അണഞ്ഞിരുന്നില്ല. എങ്ങനെയോ അവൻ പതുക്കെ എഴുന്നേറ്റു. ഒരുണങ്ങിയ മരക്കൊമ്പ് ഊന്നുവടിയായി എടുത്ത് അവൻ മുടന്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. കാടിന്റെ സ്വഭാവം അവൻ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. എവിടെയെങ്കിലും ഒരു വലിയ നദി കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടുകളോ തദ്ദേശീയരായ ആളുകളെയോ കണ്ടെത്താൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് വെള്ളമൊഴുകുന്ന ദിശ നോക്കി അവൻ നടന്നു. 10-ാം ദിവസം അവനൊരു വലിയ ചതുപ്പിലെത്തി. അതിൽ നിറയെ മുതലകളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ആ ചതുപ്പ് കടക്കാതെ അവന് മുന്നോട്ടു പോകാൻ കഴിയില്ലായിരുന്നു. ഒരു മരക്കൊമ്പ് ഉപയോഗിച്ച് ചതുപ്പിലെ വെള്ളത്തിന്റെ ആഴമളന്ന് അവൻ വളരെ പതുക്കെ അതിലൂടെ നടന്നു. ഓരോ നിമിഷവും ഏതെങ്കിലും മുതല തന്നെ ആക്രമിക്കുമെന്ന് അവൻ ഭയന്നു. വെള്ളത്തിലൊരു ചെറിയ അനക്കം കേട്ടാൽ പോലും അവന്റെ നെഞ്ചിടിപ്പ് നിന്നുപോകുന്ന അവസ്ഥയായിരുന്നു. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അവൻ ആ ചതുപ്പ് കടന്നു. അപ്പോഴേക്കും അവന്റെ ശരീരം പൂർണ്ണമായും തളർന്നിരുന്നു. അവൻ അവിടെയുള്ള ഒരു മരച്ചുവട്ടിൽ വീണുപോയി. അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. മരണം തന്നെ വിളിക്കുന്നതായി അവന് തോന്നി. പക്ഷേ പെട്ടെന്ന് അവന്റെ കാതുകളിലൊരു ശബ്ദം മുഴങ്ങി. അതൊരു വന്യമൃഗത്തിന്റെ ശബ്ദമായിരുന്നില്ല. ഇലകളുടെ അനക്കമായിരുന്നില്ല. അതൊരു കൃത്രിമമായ ശബ്ദമായിരുന്നു. ഒരു മോട്ടോർ ബോട്ടിന്റെ ശബ്ദം. അവന്റെ അടഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് തന്റെ വിഭ്രാന്തിയാണോ എന്നവൻ ഭയന്നു. അവൻ തന്റെ പൂർണ്ണ ശക്തിയും സംഭരിച്ച് എഴുന്നേറ്റു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷേ കാലിലെ മുറിവ് കാരണം അവൻ നിലത്ത് വീണു. എങ്കിലും അവൻ ഇഴഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. കാടിന്റെ വള്ളിപ്പടർപ്പുകൾ വകഞ്ഞുമാറ്റി അവൻ നോക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു വലിയ നദി ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദിയിലൂടെ ഒരു ചെറിയ യന്ത്രത്തോണി പോകുന്നതായി അവൻ കണ്ടു. അവന് തന്റെ ശബ്ദം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. അവൻ തന്റെ കീറിയ ചുവന്ന ഷർട്ട് ഊരി ആകാശത്തേക്ക് വീശി. രക്ഷിക്കൂ, രക്ഷിക്കൂ എന്നവൻ ഉള്ളുരുകി കരഞ്ഞു. ആ ബോട്ടിലുണ്ടായിരുന്ന തദ്ദേശീയരായ മീൻപിടുത്തക്കാരുടെ കണ്ണുകളിൽ ആ ചുവന്ന തുണിപ്പെട്ടു. അവർ ബോട്ട് കരയിലേക്ക് തിരിച്ചു. അവർ ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവനെ കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യരൂപം പോലുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അവർ അവനെ കോരിയെടുത്ത് ബോട്ടിൽ കിടത്തി. അവന് കുടിക്കാൻ കുറച്ച് വെള്ളം നൽകി. വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ ക്രിസ്റ്റഫറിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. 12 ദിവസത്തെ നരകയാതനയ്ക്കൊടുവിൽ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയിലെ കിടക്കയിൽ കണ്ണു തുറക്കുമ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി മാറിയിരുന്നു. ആമസോൺ അവനിൽ നിന്ന് പലതും അപഹരിച്ചെങ്കിലും പകരം നൽകിയത് വിലപ്പെട്ട പലതുമായിരുന്നു. പ്രകൃതിയോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനവും ജീവന്റെ വിലയും അവൻ ആ കാട്ടിൽ നിന്ന് പഠിച്ചു. മനുഷ്യൻ എത്ര വലിയ ആധുനിക ലോകത്ത് ജീവിച്ചാലും പ്രകൃതിയുടെ മുന്നിൽ വെറും ശൂന്യനാണെന്ന വലിയ സത്യം ക്രിസ്റ്റഫറിന്റെ കഥ ലോകം മുഴുവൻ അറിഞ്ഞു. പലർക്കും അതൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ക്രിസ്റ്റഫറിന് അതൊരു പുനർജന്മമായിരുന്നു. ആമസോണിന്റെ ഇരുളിൽ നിന്ന് അവൻ തിരികെ കൊണ്ടുവന്നത് തന്റെ ജീവൻ മാത്രമല്ല, പ്രകൃതിയുടെ മാറ്റിയെഴുതാൻ കഴിയാത്ത നിയമങ്ങളെക്കുറിച്ചുള്ള അറിവുകൂടിയായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ. മിന്നൽ വെളിച്ചത്തിൽ അവനൊരു വലിയ മരത്തിന്റെ ഭീമാകാരനായ വേരുകൾക്കിടയിലുള്ള ഒരു പൊത്ത് കണ്ടു. അവസാനത്തെ ശക്തിയുമെടുത്ത് അവൻ അതിലേക്ക് നൂഴ്ന്നിറങ്ങി. അവിടെ ആ ഇടുങ്ങിയ സ്ഥലത്ത് തണുത്തുറഞ്ഞ മണ്ണിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ തന്റെ അന്ത്യം അടുത്തുവെന്നവൻ വിശ്വസിച്ചു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആ നിമിഷത്തിൽ ഇരുട്ടിന്റെ മറവിൽ മറ്റൊരു ജീവൻ കൂടി അവിടെയുണ്ടെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. പുറത്തെ ഇടിമുഴക്കത്തേക്കാൾ ഉച്ചത്തിൽ അവന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. കാർമേഘങ്ങൾക്കിടയിലൂടെ വഴുതി വീണ നേരിയ മിന്നൽ വെളിച്ചത്തിൽ അവനു മുന്നിൽ കേവലം കുറച്ചടി അകലെ 2 മഞ്ഞ കണ്ണുകൾ തിളങ്ങുന്നതവൻ കണ്ടു. അതൊരു ജാഗ്വാറായിരുന്നു. ആമസോൺ കാടുകളിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ, കാടിന്റെ അനിഷേധ്യനായ രാജാവ്. ക്രിസ്റ്റഫറിന്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അവന്റെ രക്തം മരവിച്ചു പോകുന്നതുപോലെ അവന് തോന്നി. ജാഗ്വാറിന്റെ ഓരോ ശ്വാസവും അവൻ അനുഭവപ്പെടാൻ കഴിഞ്ഞു. അതിന്റെ നനഞ്ഞ രോമങ്ങളുടെ ഗന്ധം അവനിലേക്ക് അടിച്ചുകയറി. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം മതി ആ ഭീമാകാരനായ മൃഗത്തിന് അവന്റെ ജീവനെടുക്കാൻ. അവൻ അനങ്ങിയില്ല. ഒരു പ്രതിമ പോലെ ശ്വാസം അടക്കിപ്പിടിച്ചവനിരുന്നു. തന്റെ കണ്ണുകൾ ചിമ്മാൻ പോലും അവൻ ഭയന്നു. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും നാഗരികതയുടെ അഹങ്കാരങ്ങൾക്കൊന്നും ആ നിബിഡ വനത്തിൽ ഒരു സ്ഥാനവുമില്ലെന്നും അവൻ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നി. മരണത്തെ മുഖാമുഖം കണ്ട് നിശ്ചലനായിരുന്ന ആ നിമിഷങ്ങളിൽ
അവന്റെ മനസ്സിലൂടെ തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കടന്നുപോയി. ഒടുവിൽ എന്തോ ഒരു ശബ്ദം കേട്ടെന്ന പോലെ ആ ജാഗ്വാർ അവനിൽ നിന്നും നോട്ടം മാറ്റി പുറത്തെ ഇരുളിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരു പോരൽ പോലും ഏൽപ്പിക്കാതെ ആ വന്യമൃഗം അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ടാണെന്ന് അവൻ ഇന്നും അറിയില്ല. അവൻ രക്ഷപ്പെട്ടുവെങ്കിലും ഭയം അവനെ പൂർണ്ണമായും തളർത്തിയിരുന്നു. പനി വന്ന് അവന്റെ ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങി. ബോധം മറയുന്നതിനു മുമ്പ് അവൻ കണ്ടത് ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നവൻ ഇപ്പോഴും ഉറപ്പില്ല. മരങ്ങൾക്കിടയിലൂടെ ചില രൂപങ്ങൾ അവൻ അടുത്തേക്ക് വരുന്നത് അവൻ പാതി മയക്കത്തിൽ കണ്ടു. അവർ ആധുനിക മനുഷ്യരായിരുന്നില്ല. ആമസോണിന്റെ ഉള്ളറകളിൽ മാത്രം ജീവിക്കുന്ന പുറം ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗോത്രവർഗമായിരുന്നു അത്. അവരുടെ ശരീരത്തിൽ വിചിത്രമായ ചായങ്ങൾ പൂശിയിരുന്നു. കഴുത്തിൽ മൃഗങ്ങളുടെ പല്ലുകൾ കോർത്ത മാലകളുണ്ടായിരുന്നു. അവരൊട്ടും ശബ്ദമുണ്ടാക്കാതെയാണ് നടന്നെടുത്തിരുന്നത്. അവരുടെ കണ്ണുകളിൽ വന്യതയോടൊപ്പം ഒരുതരം ശാന്തതയുമുണ്ടായിരുന്നു. അവർ അവനെ ആക്രമിച്ചില്ല. പകരം അവരിലൊരാൾ അവന്റെ അരികിലിരുന്ന് അവന്റെ വായിലേക്ക് കയ്പുള്ള എന്തോ ഒരു ദ്രാവകം ഒഴിച്ചു കൊടുത്തു. ഒരു നിമിഷം അവന്റെ തൊണ്ടയിലൂടെ തീ കോരി ഒഴിച്ചതുപോലെയുള്ള ഒരു വേദന അവൻ അനുഭവപ്പെട്ടു. അതോടെ അവൻ പൂർണ്ണമായും അബോധാവസ്ഥയിലായി. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവന് പനിയുണ്ടായിരുന്നില്ല. അവന്റെ ശരീരത്തിന് പുതിയൊരു ഊർജം ലഭിച്ചതുപോലെ തോന്നി. അവൻ ചുറ്റും നോക്കി. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. കാട് അതിന്റെ പതിവ് ശാന്തതയിലേക്ക് മടങ്ങിയിരുന്നു. അവൻ കിടന്നതിന് സമീപത്തായി വിചിത്രമായ ഒരു ഇല വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരടയാളമായിരുന്നു. കാട് അവന് നൽകിയ ജീവന്റെ അടയാളം. അവൻ ആ ഇല ഭദ്രമായി തന്റെ പോക്കറ്റിലേക്ക് മാറ്റി. അന്ന് വൈകുന്നേരമാണ് ഹെലികോപ്റ്ററിൽ വന്ന തിരച്ചിൽ സംഘം അവനെ കണ്ടെത്തിയത്. ലോകം അത്ഭുതപ്പെട്ടു. എങ്ങനെ ഇത്രയും ദിവസം പട്ടിണി കിടന്നിട്ടും കൊടുങ്കാട്ടിൽ അവന് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നെല്ലാവരും ചോദിച്ചു. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വിജയമായി മാധ്യമങ്ങൾ അതിനെ വാഴ്ത്തി. പക്ഷേ സത്യം ക്രിസ്റ്റഫറിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പ്രകൃതി അവനെ പരീക്ഷിച്ചു. മരണത്തിന്റെ വക്കോളം കൊണ്ടുപോയി. ഒടുവിൽ പ്രകൃതി തന്നെ അവനെ രക്ഷിച്ചു. ഇന്ന് തന്റെ മുറിയിലെ മേശപ്പുറത്തിരിക്കുന്ന ആ ഉണങ്ങിയ ഇലയിലേക്ക് നോക്കുമ്പോൾ അവൻ ഒന്നു മാത്രം മനസ്സിലാകുന്നു. ആമസോൺ കാട് അവനെ വിട്ടുപോയിട്ടില്ല. അതവനെ തിരികെ വിളിക്കുകയാണ്. നഗരത്തിന്റെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും ആ ഗോത്രവർഗക്കാരുടെ നിശബ്ദമായ കാൽവെപ്പുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ജാഗ്വാറിന്റെ തിളങ്ങുന്ന കണ്ണുകൾ ഇപ്പോഴും അവനെ നോക്കുന്നുണ്ട്. അവൻ വീണ്ടും ആമസോണിലേക്ക് തിരികെ പോവുകയാണോ, അതോ ആ കാട് അവനിലേക്ക് വളരുകയാണോ? ഈ ചിന്തകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രകൃതിയുടെ രഹസ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യൻ എത്രയൊക്കെ വളർന്നുവെന്ന് അഹങ്കരിച്ചാലും ഈ ഭൂമിയിലെ ചില രഹസ്യങ്ങൾ അവൻ അപ്രാപ്യമായി തന്നെ തുടരും. ആ ഇലയിലെ ഓരോ ഞരമ്പുകളിലും അവൻ കാണുന്നത് ആമസോണിന്റെ ഭൂപടമാണ്. അവൻ തിരിച്ചറിയുകയായിരുന്നു, തന്റെ ജീവിതം ഇനി പണ്ടത്തെ പോലെ ആകില്ലെന്ന്. ആമസോണിന്റെ ഇരുളിൽ അവൻ നഷ്ടപ്പെടുത്തിയത് അവന്റെ പഴയ വ്യക്തിത്വത്തെയാണ്. പകരം അവന് ലഭിച്ചത് കാടിന്റെ ആത്മാവിനെയാണ്. ഓരോ കാടും അതിൻ്റേതായ കഥകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കഥകൾ തേടിയുള്ള യാത്ര അവൻ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം കാട് അവന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യാത്ര അവിടെ അവസാനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. നഗരത്തിലെ തന്റെ അപ്പാർട്ട്മെന്റിന്റെ ജനാലക്കരികിൽ നിൽക്കുമ്പോഴും ക്രിസ്റ്റഫറിന്റെ കാതുകളിൽ മുഴങ്ങുന്നത് പുറത്തുകൂടി ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഇരമ്പലായിരുന്നില്ല. മറിച്ച് ആമസോൺ കാടുകളിലെ നിഗൂഢമായ ശബ്ദങ്ങളായിരുന്നു. മഴത്തുള്ളികൾ ജനാലച്ചില്ലുകളിൽ വന്നിടിക്കുന്ന ശബ്ദം അവനെ വീണ്ടും ആ പച്ചപ്പിന്റെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ലോകമറിഞ്ഞത് അവന്റെ അതിജീവനത്തിന്റെ കഥ മാത്രമാണ്. എന്നാൽ അവൻ ആരോടും പറയാൻ ഭയന്ന ചില രഹസ്യങ്ങൾ ആ കാടിന്റെ ഹൃദയത്തിൽ അവൻ കണ്ടിരുന്നു. കാട്ടിൽ ഒറ്റപ്പെട്ടതിന്റെ 14-ാം ദിവസം അവന് നേരിടേണ്ടി വന്നത് വെറുമൊരു വന്യമൃഗത്തെയോ വിശപ്പിനെയോ ആയിരുന്നില്ല. മറിച്ച് മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത ചില അദൃശ്യ ശക്തികളെ ആയിരുന്നു. ആ ഓർമ്മകൾ ഓരോ രാത്രിയിലും അവന്റെ ഉറക്കം കെടുത്തി. മൃദുവായ കിടക്കയിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തണുത്ത തറയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മാത്രമാണ് അവന് നേരിയ സമാധാനമെങ്കിലും ലഭിച്ചിരുന്നത്. അടച്ചിട്ട മുറിയിലെ AC-യുടെ നേരിയ ശബ്ദം പോലും ആമസോണിലെ ചീവിടുകളുടെ കൂട്ടക്കരച്ചിലായി അവൻ അനുഭവപ്പെട്ടു. കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ വീണ്ടും ആ ഇരുണ്ട കാടിന്റെ നടുവിലാണ്. 14-ാം ദിവസത്തെ ആ പകൽ വിശപ്പും ദാഹവും അവന്റെ സമനില പെട്ടിച്ചിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ അവന് തോന്നി. തലയ്ക്കു മുകളിൽ സൂര്യപ്രകാശം കടക്കാതെ വിധം തിങ്ങി നിറഞ്ഞ മരച്ചില്ലകൾ, വായുവിനു പോലും കനം തോന്നിപ്പിക്കുന്ന ഈർപ്പവും ചൂടും, ചീഞ്ഞഴുകിയ ഇലകളുടെയും നനഞ്ഞ മണ്ണിന്റെയും ഗന്ധം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചുകയറിക്കൊണ്ടിരുന്നു. ഓരോ ചുവടുവയ്ക്കുമ്പോഴും തന്റെ ശരീരത്തിലെ ജീവൻ ചോർന്നുപോകുന്നതായി അവൻ അനുഭവപ്പെട്ടു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ അവന്റെ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. ചുണ്ടുകൾ വിണ്ടുകീറി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ നടന്നു. എങ്ങോട്ടെന്നില്ലാത്ത ആ യാത്രയിൽ പെട്ടെന്നാണ് അവന്റെ കാലുകൾക്ക് മുൻപിൽ ആ ഉണങ്ങിയ ഇലകൾ അനങ്ങിയത്. ഒരു നിമിഷം അവന്റെ ശ്വാസം നിലച്ചുപോയി. മഞ്ഞയും കറുപ്പും കലർന്ന ഭയപ്പെടുത്തുന്ന രൂപമുള്ള ഒരു വലിയ പാമ്പ്, ആമസോണിലെ ഏറ്റവും അപകടകാരിയായ ബുഷ് മാസ്റ്റർ. അതിന്റെ മഞ്ഞക്കണ്ണുകൾ ക്രിസ്റ്റഫറിന്റെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഇതാണ് തന്റെ അന്ത്യമെന്ന്.
ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ അവന് തോന്നി. അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല. ആ ജീവി അതിന്റെ നാവ് പുറത്തേക്ക് നീട്ടി വായുവിലെ ഗന്ധം പിടിച്ചെടുത്തു. മരണത്തിന്റെ തണുപ്പ് ക്രിസ്റ്റഫറിന്റെ നട്ടെല്ലിലൂടെ അരിച്ചുകയറി. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാമ്പ് അവനെ ഉപദ്രവിക്കാതെ മെല്ലെ ഇഴഞ്ഞുപോയി. പ്രകൃതി അവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്നവന് തോന്നിത്തുടങ്ങിയ ആദ്യ നിമിഷമായിരുന്നു അത്. പാമ്പ് ഇഴഞ്ഞുപോയതിനു ശേഷം അവൻ വിറയ്ക്കുന്ന കാലുകളോടെ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. പ്രകൃതി നിർമ്മിച്ചതല്ലാത്ത ഏതോ പുരാതന മനുഷ്യർ പണികുയർത്തിയ ഒരു വലിയ കരിങ്കൽ രൂപം. നൂറ്റാണ്ടുകളായി പായലും വള്ളിച്ചെടികളും മൂടിക്കിടക്കുന്ന ഒരു വലിയ ക്ഷേത്രത്തിന്റെയോ കോട്ടയുടെയോ അവശിഷ്ടം പോലെ അത് തോന്നിപ്പിച്ചു. ആമസോണിന്റെ ഉള്ളറകളിൽ ഇതുവരെ മനുഷ്യൻ കണ്ടെത്താത്ത ഒരു പുരാതന സംസ്കാരത്തിന്റെ അവശേഷിപ്പായിരുന്നു അത്. ആ കരിങ്കല്ലുകളിൽ കൊത്തിവച്ചിരുന്ന രൂപങ്ങൾ ഭയപ്പെടുത്തുന്നവയായിരുന്നു. പകുതി മനുഷ്യന്റെയും പകുതി വന്യമൃഗത്തിന്റെയും രൂപമുള്ള കൊത്തുപണികൾ. അതിലേക്ക് നോക്കിയപ്പോൾ ആ കരിങ്കൽ രൂപങ്ങൾക്കെല്ലാം ജീവനുള്ളതുപോലെ അവന് തോന്നി. പെട്ടെന്ന് അന്തരീക്ഷം മാറിമറിഞ്ഞു. കാറ്റിന്റെ ഗതി മാറി. ഇലകൾക്കിടയിലൂടെ ഭയാനകമായ ഒരു മൂളൽ ശബ്ദം കേട്ടുതുടങ്ങി. ആമസോണിലെ ഉച്ചതിരിഞ്ഞുള്ള മഴ പെയ്യാൻ തുടങ്ങുകയായിരുന്നു. സാധാരണ മഴയല്ല, കാടിന്റെ രൗദ്രഭാവം. വലിയ ഇടിമിന്നലോടെ ആകാശം പിളർന്നു. പേമാരിയായി വെള്ളം താഴേക്ക് പതിക്കാൻ തുടങ്ങി. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ ക്രിസ്റ്റഫർ ആ പുരാതനമായ കരിങ്കൽ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഉള്ളിൽ കൂരിരുട്ടായിരുന്നു. എങ്കിലും പുറത്തെ കൊടുങ്കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ അതല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകളുടെ കാഷ്ടത്തിന്റെ രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. തറയിൽ എന്തൊക്കെയോ ഇഴയുന്നതായി അവന് തോന്നി. പുറത്ത് ഇടിമിന്നലിന്റെ വെളിച്ചം ഗുഹയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറുമ്പോൾ അവൻ കണ്ടു, ആ ഗുഹയുടെ ഭിത്തികളിൽ മുഴുവൻ വിചിത്രമായ ചിത്രങ്ങൾ വരച്ചുവെച്ചിരിക്കുന്നു. മനുഷ്യർ പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെയും വന്യമൃഗങ്ങളെ ബലികൊടുക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ. പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധ ആ ഗുഹയുടെ അവസാന ഭാഗത്തേക്ക് പോയത്. അവിടെ ഒരു ചെറിയ കരിങ്കൽ പീഠത്തിനു മുകളിൽ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കടുത്ത പനിയും ക്ഷീണവും കാരണം തനിക്ക് ഭ്രമം സംഭവിക്കുന്നതാണോ എന്നവൻ സംശയിച്ചു. എങ്കിലും എന്തോ ഒരു അദൃശ്യശക്തി അവനെ അവിടേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ ആ പീഠത്തിനടുത്തേക്ക് നടന്നു. ഒരു വിചിത്രമായ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പ്രതിമയായിരുന്നു അത്. അതിൽ നിന്നും നേരിയ ഒരു നീല വെളിച്ചം പുറത്തുവരുന്നുണ്ടായിരുന്നു. അവനത് തൊടാൻ കൈനീട്ടിയതും അവന്റെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല ആ ഗുഹയിൽ. അവന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുപോലെ തോന്നി. അവൻ പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ അവന് വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ 2 തിളങ്ങുന്ന കണ്ണുകൾ അവനെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. അതൊരു മൃഗമായിരുന്നില്ല, മനുഷ്യന്റേതിന് സമാനമായ ഒരു രൂപം. ആമസോണിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾ. ഭയം കാരണം ക്രിസ്റ്റഫറിന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തുവന്നില്ല. അവന്റെ ശരീരത്തിന്റെ താപനില ഉയരാൻ തുടങ്ങി. മലേറിയയുടെയോ മറ്റേതെങ്കിലും അണുബാധയുടെയോ ലക്ഷണങ്ങൾ അവനെ കീഴടക്കുകയായിരുന്നു. അവന്റെ കാലുകൾ കുഴഞ്ഞു. അവൻ ആ തണുത്ത കരിങ്കൽ തറയിലേക്ക് ബോധരഹിതനായി വീണു. മണിക്കൂറുകളോ ദിവസങ്ങളോ കടന്നുപോയി എന്നവനറിയില്ലായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളിൽ അവൻ പല സ്വപ്നങ്ങളും കണ്ടു. തന്റെ വീടും കുടുംബവും നഗരത്തിലെ വെളിച്ചവും എല്ലാം അവന്റെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് അവന്റെ ചുണ്ടുകളിൽ ഒരു നനവ് അനുഭവപ്പെട്ടത്. കൈപ്പേറിയ എന്തോ ഒരു ദ്രാവകം അവന്റെ തൊണ്ടയിലൂടെ താഴേക്കിറങ്ങി. അവൻ പതുക്കെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. മങ്ങിയ കാഴ്ചയിൽ അവൻ കണ്ടു, ആ നിഴൽ രൂപം അവന്റെ അരികിലിരിക്കുന്നു. ഒരു വലിയ പച്ചിലയിൽ എന്തോ പച്ചമരുന്നരച്ച് അവന്റെ വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കുകയായിരുന്നു ആ മനുഷ്യൻ. അവന്റെ ദേഹത്ത് മുഴുവൻ പച്ച കുത്തിയതുപോലുള്ള അടയാളങ്ങളുണ്ടായിരുന്നു. കഴുത്തിൽ മൃഗങ്ങളുടെ പല്ലുകൾ കോർത്തുരുക്കിയ മാല. ആ മനുഷ്യൻ ഒന്നും സംസാരിച്ചില്ല. എന്നാൽ ആ നോട്ടത്തിൽ ഒരു വന്യമായ കരുണയുണ്ടായിരുന്നു. ക്രിസ്റ്റഫറിന് വീണ്ടും ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അവൻ ഉണരുമ്പോൾ മഴ തോർന്നിരുന്നു. കാടിനുള്ളിലേക്ക് നേരിയ സൂര്യപ്രകാശം കടന്നുവരുന്നുണ്ടായിരുന്നു. അവൻ ചുറ്റും നോക്കി. ആ കരിങ്കൽ ഗുഹയിലായിരുന്നില്ല അവൻ. പുറത്ത് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു അവൻ കിടന്നിരുന്നത്. ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ തൊട്ടടുത്ത് ഒരു വലിയ പാറപ്പുറത്ത് കുറച്ചു പഴങ്ങളും വെള്ളം നിറച്ചുവച്ചിട്ടുള്ള ഒരു വലിയ ഇലയുമുണ്ടായിരുന്നു. അവന്റെ പനി പൂർണ്ണമായും മാറിയിരുന്നു. ശരീരത്തിന് എന്തെന്നില്ലാത്ത ഒരു ഊർജം ലഭിച്ചതുപോലെ. ആ അജ്ഞാതനായ മനുഷ്യൻ നൽകിയ ആ മരുന്ന് അവനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ ആ ഇലയിലെ വെള്ളം കുടിച്ചു, പഴങ്ങൾ ആർത്തിയോടെ തിന്നു. അപ്പോഴാണ് അവൻ ആ ഇലയുടെ പ്രത്യേകത ശ്രദ്ധിച്ചത്.
ആ ഇലയിലെ ഞരമ്പുകൾ സാധാരണ ഇലകളുടേതുപോലെയല്ല, മറിച്ച് ഒരു ഭൂപടം പോലെയായിരുന്നു. നദികളും പോഷകനദികളും മലനിരകളുമെല്ലാം അടയാളപ്പെടുത്തിയ ഒരു ഭൂപടം പോലെ. അവനത് ശ്രദ്ധിച്ചു നോക്കി. ആമസോൺ നദിയുടെ ഗതി കൃത്യമായി അതിൽ കാണാനായിരുന്നു. ആ നിഴൽ മനുഷ്യൻ നൽകിയ വഴികാട്ടിയായിരുന്നു അത്. ആ ഇലയിലെ സൂചനകൾ വെച്ചാണ് അവൻ പിന്നീട് മുന്നോട്ട് നടന്നത്. അത് അവനെ എത്തിച്ചത് ഒരു വലിയ നദിയുടെ തീരത്തായിരുന്നു. അവിടെ വെച്ചാണ് രക്ഷാപ്രവർത്തകർ അവനെ കണ്ടെത്തിയത്. ഇപ്പോൾ തന്റെ നഗരത്തിലെ മുറിയിലിരിക്കുമ്പോൾ അവൻ ആ ഇല പുറത്തെടുത്തു. പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായി പൊതിഞ്ഞുവെച്ചിരുന്ന ആ ഇല ഇപ്പോഴും വാടിയിരുന്നില്ല. അതിപ്പോഴും പച്ചപണിഞ്ഞു നിൽക്കുന്നു. അത് വെറുമൊരു ഇലയല്ല, ആമസോണിന്റെ ജീവിക്കുന്ന ഓർമ്മയാണ്. ഓരോ തവണ അതിലേക്ക് നോക്കുമ്പോഴും അവൻ ആ കരിങ്കൽ ഗുഹയും ആ തിളങ്ങുന്ന കണ്ണുകളും ആ വിചിത്രമായ പ്രതിമയും ഓർക്കും. ആ കാട് അവനോടെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. താൻ കണ്ട കാര്യങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്കതറിയാമെന്നവനറിയാം. ഒരുപക്ഷെ അവനെ ഒരു ഭ്രാന്തനായി മുദ്ര കുത്തിയേക്കാം. എന്നാൽ അവന് സത്യമറിയാം. ആമസോൺ വെറുമൊരു കാടല്ല, അത് ശ്വസിക്കുന്ന, ജീവിക്കുന്ന, ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു വലിയ മഹാത്മാവാണ്. അതിന്റെ ഉള്ളറകളിൽ മറഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമാണ്. ക്രിസ്റ്റഫർ പതുക്കെ എഴുന്നേറ്റ് തന്റെ ട്രാവൽ ബാഗ് എടുത്തു. പഴയ വസ്ത്രങ്ങൾ, ഒരു ക്യാമറ, ഒരു സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ ആ ഇലയുമെല്ലാം. അവൻ വീണ്ടും ആമസോണിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇത്തവണ വഴിതെറ്റിപ്പോയ ഒരു വിനോദസഞ്ചാരിയായിട്ടല്ല, മറിച്ച് ഉത്തരങ്ങൾ തേടിയിറങ്ങുന്ന ഒരു അന്വേഷകനായിട്ട്. ആ കാട് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വിളി കേൾക്കാതിരിക്കാൻ അവന് കഴിയില്ല. ഇരുളും വെളിച്ചവും ഇടകലർന്ന ആ പച്ചപ്പിന്റെ ലോകത്തേക്ക് അവൻ നഷ്ടപ്പെടുത്തിയ തന്റെ പഴയ വ്യക്തിത്വത്തിന് പകരം ലഭിച്ച പുതിയ ആത്മാവുമായി അവൻ വീണ്ടും യാത്ര തിരിക്കുകയാണ്. കാത്തിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ തിരിച്ചുവരുമോ എന്നതിനെക്കുറിച്ചോ അവന് യാതൊരു ചിന്തയുമില്ല. കാരണം അവനിപ്പോൾ ആ കാടിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ആ ഇരുളും വെളിച്ചവും ഇടകലർന്ന പച്ചപ്പിന്റെ ലോകത്തേക്ക് വീണ്ടും കാലെടുത്തു വയ്ക്കുമ്പോൾ ക്രിസ്റ്റഫറിന്റെ ശിരകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം വന്യമായ ആവേശമായിരുന്നു ഇരമ്പിയിരുന്നത്. പഴയ ക്രിസ്റ്റഫർ ആ കാടിന്റെ അതിർത്തിയിൽ വെച്ചു തന്നെ മരിച്ചിരുന്നു. ഇപ്പോൾ ഈ നടന്നു നിൽക്കുന്നത് അവനല്ല, മറിച്ച് ആമസോൺ കാടുകൾ അതിന്റെ സ്വന്തം ചോരയും നീരും നൽകി വളർത്തിയെടുത്ത മറ്റൊരു ജന്മമാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അവന് പരിചിതമായൊരു സംഗീതം പോലെ തോന്നി. പെട്ടെന്ന് അവന്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പാഞ്ഞുപോയി. ശപിക്കപ്പെട്ട ആ ദിവസത്തിലേക്ക്. പ്രകൃതിയുടെ ഭീകരത എന്താണെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞ ആ 40 ദിവസങ്ങൾ. വിനോദസഞ്ചാരികളുടെ ആ വലിയ സംഘത്തോടൊപ്പം ആമസോണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന ആ ചെറുപ്പക്കാരൻ. കഴുത്തിലൊരു ക്യാമറയുമായി പ്രകൃതിയുടെ ഓരോ തുടിപ്പും ഒപ്പിയെടുക്കാൻ വെമ്പിച്ച ആ പഴയ ക്രിസ്റ്റഫർ. അന്ന് ആമസോൺ നദിയിലൂടെയുള്ള ആ ബോട്ട് യാത്ര അവസാനിച്ചത് വനത്തിനുള്ളിലേക്കുള്ള ഒരു ചെറിയ ട്രെക്കിങ്ങിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിട്ടുള്ള ഒരു സുരക്ഷിത മേഖലയിലായിരുന്നു അവർ. എല്ലാവരും ഗൈഡിന്റെ പിന്നാലെ സുരക്ഷിതമായ പാതയിലൂടെ നടക്കുമ്പോൾ കാടിന്റെ വന്യമായ സൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ തിരക്കിലായിരുന്നു അവൻ. മനുഷ്യന്റെ കാൽപ്പാടുകൾ അധികം പതിയാത്ത ആ കാടിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢതകൾ അവനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ ഉടക്കിയത് അസാധാരണ വിധത്തിൽ തിളക്കമുള്ള നീല നിറത്തിലുള്ള ഒരു വലിയ ചിത്രശലഭത്തിലായിരുന്നു. ബ്ലൂ മോർഫോ എന്നറിയപ്പെടുന്ന അപൂർവ ഇനം ചിത്രശലഭം. സൂര്യപ്രകാശം ആ ചിറകുകളിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ അതൊരു മാന്ത്രിക കാഴ്ചയായി അവന് തോന്നി. അത് വെറുമൊരു ചിത്രശലഭമായിരുന്നില്ല, മറിച്ച് ആമസോണിന്റെ വശീകരണമായിരുന്നു എന്നവൻ അന്ന് തിരിച്ചറിഞ്ഞില്ല. ക്യാമറയുടെ ലെൻസിലൂടെ ആ നീല ചിറകുകളുടെ ഭംഗി പകർത്താൻ അവൻ ആരും അറിയാതെ കൂട്ടത്തിൽ നിന്നും കുറച്ചു ചുവടുകൾ മാറി നടന്നു. ആ ശലഭം പതുക്കെ പറന്ന് മരങ്ങൾക്കിടയിലേക്ക് നീങ്ങി. അവനും അതിന് പിന്നാലെ നടന്നു. വെറും കുറച്ചു ചുവടുകൾ, ഒരുപക്ഷെ 10-20 മീറ്ററുകൾ മാത്രം. പക്ഷേ ആ ചുവടുകൾ അവനെ കൊണ്ടു ചെന്നെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പച്ചപ്പിന്റെ നരകത്തിലേക്കായിരുന്നു. ശലഭം പറന്നകന്നപ്പോൾ തനിക്ക് മികച്ചൊരു ഫോട്ടോ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ക്യാമറ താഴ്ത്തി അവൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം സുഹൃത്തുക്കളുടെയോ ഗൈഡിന്റെയോ ശബ്ദം കേൾക്കാൻ കഴിയാത്ത വിധം അവൻ കാടിന്റെ ഉള്ളിലേക്കെത്തിപ്പെട്ടിരുന്നു. ആ നിമിഷം വരേക്കും അവന് യാതൊരു ഭയവും തോന്നിയിരുന്നില്ല. താൻ വന്ന വഴിയിലൂടെ തിരികെ നടന്നാൽ അവരെ കണ്ടെത്താമെന്ന് അവൻ കരുതി. അവൻ തിരികെ നടക്കാൻ തുടങ്ങി. പക്ഷേ ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷമാണ് ആ നഗ്നമായ സത്യം അവൻ തിരിച്ചറിഞ്ഞത്. താൻ വന്ന വഴിയല്ല ഇത്. ചുറ്റും നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഒരേപോലെയുള്ള കൂറ്റൻ മരങ്ങൾ, ഒരേപോലെയുള്ള വള്ളിച്ചെടികൾ, നിലത്തെങ്ങും വീണുകിടക്കുന്ന കരിയിലകൾ. ഏതാണ് താൻ വന്ന വഴിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രകൃതി അവനെ പറ്റിച്ചു കഴിഞ്ഞിരുന്നു. ഹലോ, ആരെങ്കിലും ഉണ്ടോ? മറ്റിയോ? ഗൈഡ്?
അവന്റെ ശബ്ദം ആ കൂറ്റൻ മരങ്ങൾക്കിടയിൽ തട്ടി പ്രതിധ്വനിച്ചു. മറുപടിയായി കേട്ടത് ദൂരെ എവിടെയോ ഒരു കുരങ്ങിന്റെ അലർച്ച മാത്രമായിരുന്നു. ആ നിമിഷം അവന്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നതുപോലെ അവന് തോന്നി. നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ശരീരത്തിലൂടെ ഒരു കൊടും തണുപ്പ് അരിച്ചു കയറി. പരിഭ്രാന്തിയോടെ അവൻ നാലുപാടും നോക്കി. ദിശ അറിയാൻ കയ്യിലൊരു കോമ്പസ് പോലുമില്ലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിച്ചുകൂവി. പക്ഷേ ആമസോൺ എന്ന ആ മഹാസമുദ്രത്തിൽ അവന്റെ ശബ്ദം വെറുമൊരു മണൽത്തെരി മാത്രമായിരുന്നു. മനുഷ്യന്റെ യാതൊരടയാളവുമില്ലാത്ത, കോടിക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ആ കാടിന്റെ ഹൃദയഭാഗത്ത് താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞില്ല. ഭയം അവന്റെ സമനില തെറ്റിച്ചു തുടങ്ങിയിരുന്നു. അവൻ മുന്നോട്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പിന്നീടതൊരു ഓട്ടമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. ആമസോൺ കാടുകളിൽ വഴിതെറ്റിയാൽ ഒരിക്കലും ഓടരുത്. അത് നിങ്ങളെ കൂടുതൽ ഉള്ളിലേക്ക്, കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. പക്ഷേ ആ നിമിഷം ചിന്തിക്കാനുള്ള കഴിവ് അവന് നഷ്ടപ്പെട്ടിരുന്നു. കണ്ണിൽ കണ്ട വഴികളിലൂടെയെല്ലാം അവൻ ഭ്രാന്തനെ പോലെ ഓടി. കൂറ്റൻ മരവേരുകളിൽ തട്ടി അവൻ നിലത്തു വീണു. മുഖത്തും കൈകളിലും വള്ളിച്ചെടികളിലെ മുള്ളുകൾ തട്ടി മുറിവുകളുണ്ടായി. എഴുന്നേറ്റ് വീണ്ടും ഓടി. ഒരു വല്ലാത്ത ശ്വാസം മുട്ടൽ അവൻ അനുഭവപ്പെട്ടു. വായുവിൽ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും നെഞ്ചിൽ കനമുള്ള എന്തോ ഒന്ന് വെച്ചതുപോലെ അവന് തോന്നി. ഒടുവിൽ കാലുകൾ കുഴഞ്ഞ് ശ്വാസം കിട്ടാതെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൻ വീണുപോയി. ശരീരമാകെ വിയർപ്പിൽ കുളിച്ചിരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ആ വലിയ മാറ്റം ശ്രദ്ധിച്ചത്. കാട്ടിലെ വെളിച്ചം കുറഞ്ഞുവരുന്നു. കൂറ്റൻ മരങ്ങളുടെ ഇലപ്പടർപ്പുകൾ കാരണം പകൽ സമയത്ത് പോലും സൂര്യപ്രകാശം താഴേക്കെത്താത്ത ആമസോൺ കാടുകളിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതോടെ ഇരുട്ട് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കും. അരമണിക്കൂറിനുള്ളിൽ ആ കാട് പൂർണ്ണമായും അന്ധകാരത്തിലേക്ക് വഴുതി വീണു. ആമസോൺ കാടുകളിലെ രാത്രി എന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ളൊരു ഭീകരതയാണ്. സ്വന്തം കൈവെള്ള പോലും കാണാൻ കഴിയാത്ത അത്രയും കനത്ത ഇരുട്ട്. പകൽ സമയത്തെ ആ നിശബ്ദത പെട്ടെന്നില്ലാതായി. പകരം കാടുണർന്നെണീക്കുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ലക്ഷക്കണക്കിന് പ്രാണികളുടെ കരച്ചിൽ ഒരു വലിയ ഫാക്ടറിയിലെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ മുഴങ്ങാൻ തുടങ്ങി. തൻ്റെ ചുറ്റും എന്തൊക്കെയോ ഇഴഞ്ഞു നടക്കുന്നതായി അവന് തോന്നി. തണുപ്പ് അസഹനീയമായി മാറി. പകൽ സമയത്തെ ആ കടുത്ത ചൂടിൽ നിന്ന് പെട്ടെന്നുള്ള ഈ തണുപ്പിലേക്കുള്ള മാറ്റം അവൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. പെട്ടെന്നാണ് ദൂരെ നിന്നും ആ ശബ്ദം അവൻ കേട്ടത്. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം. അത് കാറ്റിൽ ഇലകൾ അനങ്ങുന്നതല്ല എന്നവൻ ഉറപ്പായിരുന്നു. എന്തോ ഒന്ന്, ഭാരമുള്ള എന്തോ ഒന്ന് തന്നെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. അതൊരു ജാഗ്വാർ ആയിരിക്കാമോ? ആമസോണിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ? അല്ലെങ്കിൽ വലിപ്പമുള്ള ഏതെങ്കിലും പാമ്പായിരിക്കാമോ? ഭയം കാരണം അവൻ്റെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ശബ്ദമുണ്ടാക്കാതെ, അനങ്ങാതെ അവൻ ആ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ആ ഇരുട്ടിൽ ദൂരെയായി തിളങ്ങുന്ന 2 കണ്ണുകൾ അവൻ കണ്ടു. അത് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കിയടച്ചവൻ പ്രാർത്ഥിച്ചു. മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നി. ഒടുവിൽ ആ കണ്ണുകൾ ഇരുട്ടിലേക്ക് തന്നെ മറഞ്ഞുപോയി. ആ രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൊതുകുകളും മറ്റു പ്രാണികളും അവൻ്റെ രക്തം കുടിച്ചുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും മരണം തൊട്ടുമുന്നിലുണ്ടെന്ന തോന്നൽ അവനെ വേട്ടയാടി. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഇരുട്ടിൻ്റെ ഭീകരതയിൽ നിന്ന് അവൻ അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത്. പക്ഷേ പുതിയൊരു പ്രശ്നം അവനെ കാത്തിരുന്നു. കടുത്ത ദാഹം. കയ്യിലുണ്ടായിരുന്ന ചെറിയ വാട്ടർ ബോട്ടിൽ എപ്പോഴോ ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടിരുന്നു. ചുണ്ടുകൾ വരണ്ടുണങ്ങി പൊട്ടാൻ തുടങ്ങി. നാവിന് കട്ടിവെച്ചതുപോലെ തോന്നി. ആമസോൺ പോലെ ഇത്രയധികം ജലസമ്പത്തുള്ള ഒരു സ്ഥലത്ത് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മനുഷ്യർ മരിച്ചു വീഴാറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം അവിടെ കാണുന്ന ചെറിയ വെള്ളക്കെട്ടുകളിൽ മുഴുവൻ അപകടകരമായ ബാക്ടീരിയകളും പരാദങ്ങളുമാണുള്ളത്. അത് കുടിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ കടുത്ത ഛർദിയും വയറിളക്കവും വന്ന് മരണം സംഭവിക്കാം. അവൻ വെള്ളത്തിനായി തിരഞ്ഞാൻ തുടങ്ങി. വലിയ താമരയിലകളിലും മറ്റു ചെടികളിലും തങ്ങി നിൽക്കുന്ന മഞ്ഞ തുള്ളികൾ അവൻ നക്കിക്കുടിച്ചു. പക്ഷെ അതൊന്നും അവൻ്റെ ദാഹം അകറ്റാൻ മതിയാവുന്നതായിരുന്നില്ല. നടന്ന് നടന്ന് അവനൊരു ചെറിയ ചതുപ്പിലെത്തി. അവിടെ ചെളി നിറഞ്ഞ കുറച്ചു വെള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ ചത്ത പ്രാണികളും അഴുകിയ ഇലകളുമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അത് കുടിക്കാൻ അറയ്ക്കും. പക്ഷേ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ്റെ എല്ലാ സാംസ്കാരിക ബോധങ്ങളും വെറുമൊരു തമാശ മാത്രമാണ്. ജീവൻ നിലനിർത്തണമെന്ന പ്രാഥമിക വികാരം ഉണർന്നാൽ മനുഷ്യൻ എന്തും ചെയ്യും. അവൻ പതുക്കെ കൈകൾ നീട്ടി ആ വണ്ടിനെ പിടിച്ചു. അതവൻ്റെ വിരലുകളിൽ കടിക്കാൻ ശ്രമിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ച് അവൻ ആ വണ്ടിനെ വായിലിട്ട് ചവച്ചു. അതിനുള്ളിലെ കയ്പുള്ള ദ്രാവകം അവൻ്റെ വായിലേക്ക് പടർന്നു. അവനത് ഛർദ്ദിക്കാൻ ശ്രമിച്ചെങ്കിലും
നിർബന്ധിച്ച് അത് വിഴുങ്ങി. അതായിരുന്നു തുടക്കം. പിന്നീട് അവൻ നിലത്ത് കാണുന്ന പുഴുക്കളെയും ഉറുമ്പുകളെയും ചെറിയ തവളകളെയും വരെ പച്ചയോടെ തിന്നാൻ തുടങ്ങി. നാഗരികതയുടെ എല്ലാ മുഖംമൂടികളും അഴിഞ്ഞു വീഴുകയും കാടിന്റെ നിയമങ്ങൾ അവൻ പഠിച്ചു തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. 5-ാമത്തെ ദിവസമായപ്പോഴേക്കും അവന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറി. വിലയേറിയ അവന്റെ ട്രെക്കിംഗ് ഷൂസുകൾക്കുള്ളിൽ വെള്ളം കയറി കാലുകൾ ചീയുകയായിരുന്നു. ട്രെഞ്ച് ഫുഡ് എന്ന അവസ്ഥ. ഓരോ തവണ കാൽ നിലത്ത് കുത്തുമ്പോഴും സൂചി കുത്തിയിറക്കുന്നതുപോലെയുള്ള വേദന. വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. ശരീരമാകെ പ്രാണികൾ കടിച്ചുള്ള വലിയ തടിപ്പുകളും അതിൽ നിന്നൊലിച്ചിറങ്ങുന്ന പഴുപ്പും. തന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അഴുകിയ ഗന്ധം അവന് തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അവന്റെ മനസ്സും അവനെ ചതിക്കാൻ തുടങ്ങിയത്. കടുത്ത ക്ഷീണവും നിർജ്ജലീകരണവും കാരണം അവന് പലതരം മിഥ്യാദർശനങ്ങൾ, അതായത് ഹാലൂസിനേഷനുകൾ ഉണ്ടാകാൻ തുടങ്ങി. ചിലപ്പോൾ അവൻ തന്റെ അമ്മയുടെ ശബ്ദം കേൾക്കും. ക്രിസ്റ്റഫർ, ഇവിടെ വാ മോനെ എന്ന് അമ്മ വിളിക്കുന്നതുപോലെ അവന് തോന്നും. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടും. പക്ഷേ അവിടെ ആരുമുണ്ടാകില്ല. ചില രാത്രികളിൽ ദൂരെ വലിയ തീപ്പന്തങ്ങൾ എരിയുന്നതുപോലെ അവന് തോന്നും. രക്ഷാപ്രവർത്തകർ തന്നെ അന്വേഷിച്ചു വരികയാണെന്ന വിശ്വാസത്തിൽ ആ ഇരുട്ടിൽ അവൻ സർവ്വശക്തിയുമെടുത്ത് ആ വെളിച്ചം ലക്ഷ്യമാക്കി ഓടും. കാലിലെ വലിയ മുറിവിൽ നിന്നും രക്തം ചീറ്റുന്നുണ്ടെങ്കിലും വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ ആ പന്തങ്ങളെ ലക്ഷ്യമാക്കി കുതിക്കും. വലിയ മരവേരുകളിൽ തട്ടിത്തടഞ്ഞു വീഴുമ്പോഴും കൈകളിലെ തൊലി ഉരിഞ്ഞു പോകുമ്പോഴും അവൻ എഴുന്നേറ്റ് വീണ്ടും ഓടും. എന്നാൽ ആ വെളിച്ചത്തിനടുത്തേക്കെത്തുമ്പോഴായിരിക്കും യാഥാർത്ഥ്യം അവനെ നോക്കി വീണ്ടും പല്ലിളിക്കുന്നത്. അതൊരു തീപ്പന്തമോ രക്ഷാപ്രവർത്തകരോ ആയിരുന്നില്ല. മറിച്ച് ആമസോൺ കാടുകളിലെ അഴുകിയ മരത്തടികളിൽ വളരുന്ന രാത്രികളിൽ തിളങ്ങുന്ന ഒരുതരം ബയോലൂമിനിസെന്റ് കൂണുകൾ മാത്രമായിരുന്നു അത്. ആ കാഴ്ച കാണുമ്പോൾ അവന്റെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും അണഞ്ഞുപോകും. ഒരു ഭ്രാന്തനെപ്പോലെ അവൻ ആ കാട്ടിലൂടെ അലറി വിളിക്കും. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നവന്റെ തൊണ്ട പൊട്ടിവരുന്ന നിലവിളി ആ വലിയ കാടിന്റെ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതാകും. ആരും കേൾക്കാനില്ലാത്ത, ആരും അറിയാനില്ലാത്ത ഒരു അജ്ഞാത ലോകത്ത് താൻ മരിച്ചു വീഴാൻ പോകുകയാണെന്ന സത്യം പതുക്കെ പതുക്കെ അവനും ഉൾക്കൊള്ളാൻ തുടങ്ങുകയായിരുന്നു. നിരാശയോടെ ആ കൂണുകൾക്കരികിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. കണ്ണീരും മുഖത്തെ ചെളിയും വിയർപ്പും ഒന്നിച്ചു കലർന്ന് അവന്റെ ചുണ്ടുകളിലേക്ക് ഒലിച്ചിറങ്ങി. ഉപ്പിന്റെ രുചിയുള്ള ആ കണ്ണീർത്തുള്ളികൾ പോലും അവന്റെ വറ്റിവരണ്ട തൊണ്ടയ്ക്ക് ചെറിയൊരാശ്വാസമായിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ കാലിലെ മുറിവിൽ നിന്നും വരുന്ന ദുർഗന്ധം കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഇരുത്തിലും അവൻ ആ മുറിവിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ ഹൃദയമിടിപ്പ് നിശ്ചലമാകുന്നതുപോലെ അവന് തോന്നി. ആഴത്തിലുള്ള ആ മുറിവിനുള്ളിൽ വെളുത്ത നിറത്തിലുള്ള എന്തോ ചിലത് ഇളകുന്നുണ്ടായിരുന്നു. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി, അത് മാംസം തിന്നുന്ന പുഴുക്കളാണ്. ഈച്ചകൾ വന്നിരുന്ന് മുട്ടയിട്ട് അതിൽ നിന്നും വിരിഞ്ഞ പുഴുക്കൾ അവന്റെ കാലിലെ കഴുകിയ മാംസം തിന്നു തുടങ്ങിയിരിക്കുന്നു. ഏതു നിമിഷവും ഗാംഗ്രീൻ എന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് തന്റെ കാൽ മാറുമെന്നും അത് ശരീരമാസകം പടർന്ന് അതിദാരുണമായി താൻ മരിക്കുമെന്നും അവൻ ഉറപ്പായി. ഒരു നിമിഷം അവൻ തന്റെ കാൽ വെട്ടിക്കളഞ്ഞാലോ എന്നുപോലും ചിന്തിച്ചുപോയി. അത്രത്തോളം ഭയാനകമായിരുന്നു ആ കാഴ്ച. എന്നാൽ അങ്ങനെ ചെയ്താൽ രക്തം വാർന്ന് മിനിറ്റുകൾക്കുള്ളിൽ താൻ മരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും ആ പുഴുക്കളെ പുറത്തെടുക്കണം. അവൻ ചുറ്റും പരതി. അടുത്തുള്ള ഒരു ചെടിയുടെ കട്ടിയുള്ള ഒരു തണ്ടൊടിച്ചെടുത്ത് അതുപയോഗിച്ച് അവൻ ആ മുറിവിനുള്ളിലെ പുഴുക്കളെ ഓരോന്നായി പുറത്തേക്കെടുക്കാൻ തുടങ്ങി. ജീവനുള്ള മാംസത്തിൽ ഒരു മരക്കമ്പ് കുത്തിയിറക്കുമ്പോഴുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പല്ലുകൾ ഞെരിച്ചു. കണ്ണുകൾ ഇറുകയടച്ചു. ഓരോ പുഴുവിനെയും പുറത്തെടുക്കുമ്പോഴും അവന്റെ വായിൽ നിന്നും ഒരു ദീനരോദനം പുറത്തുവരുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ പ്രയത്നത്തിനൊടുവിൽ അവൻ ഒരുവിധം ആ പുഴുക്കളെയെല്ലാം പുറത്തെടുത്തു. എന്നാൽ ആ മുറിവ് വൃത്തിയാക്കാൻ കുറച്ചു വെള്ളം അത്യാവശ്യമായിരുന്നു. കടുത്ത ദാഹം കൊണ്ട് അവന്റെ നാവ് അണ്ണാക്കിലേക്ക് ഒട്ടിപ്പിടിച്ചിരുന്നു. എവിടെ നിന്നാണിനി വെള്ളം ലഭിക്കുക? ആമസോൺ മഴക്കാടുകളിൽ വെള്ളത്തിന് പഞ്ഞമില്ലെങ്കിലും കുടിക്കാൻ യോഗ്യമായ വെള്ളം കണ്ടെത്തുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അവൻ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു. കാലിലെ വേദന കാരണം അവന് നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഒരു വലിയ മരക്കൊമ്പ് ഊന്നുവടിയാക്കി അവൻ പതിയെ മുന്നോട്ട് നീങ്ങി. കാടിന്റെ ഇരുട്ട് കൂടുതൽ കനക്കുകയാണ്. രാത്രി കാഴ്ചകൾ കാണാൻ കഴിയുന്ന വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ആമസോൺ കാടുകൾ. ഏതു നിമിഷവും ഇരുട്ടിൽ നിന്നും പാഞ്ഞുവരുന്ന ഒരു ജാഗ്വാറിന്റെയോ മരക്കൊമ്പുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വലിയ അനക്കോണ്ടയുടെയോ ഇരയായി താൻ മാറാം. ഭയം അവനെ വരിഞ്ഞുമുറുക്കി. ഓരോ കാൽവെപ്പിലും അവനൊരു മരവിപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വളരെ ദൂരെ നിന്നും വെള്ളമൊഴുകുന്നതുപോലെയുള്ള ഒരു ശബ്ദം അവന്റെ കാതുകളിലേക്കെത്തിയത്. ഒരുപക്ഷെ അതൊരരുവിയാകാം, അല്ലെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം. ആ ശബ്ദം കേട്ടതും അവനിൽ പുതിയൊരു ജീവൻ തുടിക്കുന്നതുപോലെ തോന്നി. ദാഹജലം, അതാണ് ഇപ്പോഴവന്റെ ഒരേയൊരു ലക്ഷ്യം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ ഇഴഞ്ഞും നിരഞ്ഞും മുന്നോട്ട് നീങ്ങി. കാട്ടുചെടികളുടെ മുള്ളുകൾ അവന്റെ ശരീരത്തിൽ പുതിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു.
വലിയ ചിലന്തിവലകളിൽ അവൻ മുഖമടിച്ചു വീണു. വിഷമുള്ള പ്രാണികൾ അവന്റെ ശരീരത്തിലൂടെ അരിച്ചു നടന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഒരു യന്ത്രത്തെപ്പോലെ അവൻ മുന്നോട്ടു പോയി. അടിവിൽ ഒരു ചെറിയ കുന്നിറങ്ങി താഴെയെത്തിയപ്പോൾ നിലവിളക്കുപോലെ തിളങ്ങുന്ന ചന്ദ്രവെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. തെളിഞ്ഞ വെള്ളമുള്ള ഒരു ചെറിയ കാട്ടരുവി. പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന ആ വെള്ളം കണ്ടപ്പോൾ ക്രിസ്റ്റഫറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ അരുവിയുടെ അടുത്തേക്ക് ഓടി, അല്ല, വീഴുകയായിരുന്നു. തണുത്ത ആ വെള്ളത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ആർത്തിയോടെ ഒരു മൃഗത്തെപ്പോലെ അവൻ ആ വെള്ളം കുടിച്ചു തീർത്തു. ദിവസങ്ങൾക്ക് ശേഷം തന്റെ ശരീരത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ വരണ്ട ഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളികൾ വീഴുന്നത് പോലെയുള്ള ഒരു ആശ്വാസം അവൻ അനുഭവപ്പെട്ടു. കുടിച്ച വെള്ളം വയറ്റിലെത്തിയപ്പോൾ അവന് ചെറിയൊരു ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നിയെങ്കിലും അവനത് അടക്കിപ്പിടിച്ചു. ആ തണുത്ത വെള്ളത്തിൽ അവൻ തന്റെ മുഖം കഴുകി. കാലിലെ പഴുപ്പ് നിറഞ്ഞ മുറിവും അവൻ ആ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി. ആ തണുപ്പ് അവന്റെ വേദനയ്ക്ക് ചെറിയൊരു ശമനം നൽകി. എന്നാൽ അവന്റെ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് കാടിന്റെ അന്തരീക്ഷം ആകെ മാറാൻ തുടങ്ങി. അതുവരെ കേട്ടിരുന്ന ചീവിടുകളുടെയും തവളകളുടെയും ശബ്ദം പൂർണ്ണമായും നിലച്ചു. കാടിന് ഭയാനകമായ ഒരു നിശബ്ദത കൈവന്നു. ഈ നിശബ്ദത എന്തിൻ്റെയോ ഒരു മുന്നറിയിപ്പാണെന്ന് ക്രിസ്റ്റഫറിന് മനസ്സിലായി. ആമസോൺ കാടുകളിൽ പെട്ടെന്ന് അനുഭവപ്പെടുന്ന നിശബ്ദതയുടെ അർത്ഥം അവിടെ എന്തോ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്നാണ്. അതെ, വനത്തിലെ ഏതോ ഒരു വലിയ വേട്ടക്കാരൻ തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ക്രിസ്റ്റഫർ ശ്വാസമടക്കി പിടിച്ച് ചുറ്റും നോക്കി. ഇരുട്ടിൽ അവനൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അരുവിയുടെ മറുകരയിലുള്ള വലിയ കാട്ടുചെടികൾക്കിടയിൽ നിന്നും 2 തിളങ്ങുന്ന കണ്ണുകൾ അവൻ കണ്ടു. മഞ്ഞ കലർന്ന പച്ച നിറത്തിൽ തിളങ്ങുന്ന ആ കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അവന്റെ രക്തം മരവിച്ചുപോയി. ആമസോണിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായ, ഇരുട്ടിൽ പതുങ്ങിയിരുന്ന് ഇരയെ വേട്ടയാടുന്ന സാക്ഷാൽ ജാഗ്വാർ. ഒരു നിമിഷം അവന്റെ ഹൃദയം നിലച്ചതുപോലെ അവന് തോന്നി. ജാഗ്വാർ ഒരു ചെറിയ ശബ്ദത്തോടെ മുന്നോട്ട് വന്ന് അരുവിയുടെ തീരത്ത് നിന്നു. അതിന്റെ വലിയ ശരീരവും പേശീബലമുള്ള കാലുകളും കൂർത്ത പല്ലുകളും ആ നേരിയ വെളിച്ചത്തിൽ ക്രിസ്റ്റഫർ കണ്ടു. താൻ ഇത്രയും ദിവസം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊന്നും ഒരർത്ഥവുമില്ലാതെ ഈ മൃഗത്തിന്റെ ഇരയായി താനിവിടെ അവസാനിക്കാൻ പോവുകയാണോ? ക്രിസ്റ്റഫർ അനങ്ങാതെ ശില പോലെ അവിടെ തന്നെ നിന്നു. അവൻ എങ്ങോട്ടെങ്കിലും ഓടാൻ ശ്രമിച്ചാൽ അടുത്ത നിമിഷം ആ ജാഗ്വാർ അവന്റെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടാകും. അതിവേഗത്തിൽ ഓടാനും മരങ്ങളിൽ കയറാനും കഴിവുള്ള ജാഗ്വാറിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. അവൻ ആ ജാഗ്വാറിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ജാഗ്വാർ അരുവിയുടെ വെള്ളത്തിലേക്ക് മുഖം കുനിച്ചു. അതിന് ദാഹമുണ്ടായിരുന്നു. വെള്ളം കുടിക്കുന്നതിനിടയിലും അതിന്റെ ദൃഷ്ടി ക്രിസ്റ്റഫറിൽ തന്നെയായിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകൾ പോലെ അവന് തോന്നി. ഓരോ സെക്കൻഡിലും മരണത്തെ അവൻ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്നു. അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിയർപ്പുതുള്ളികൾ നെറ്റിയിലൂടെ ഒഴുകി കണ്ണുകളിലേക്ക് വീണു. പെട്ടെന്ന് ജാഗ്വാർ തലയുയർത്തി ക്രിസ്റ്റഫറിന് നേരെ ഒന്ന് മുരണ്ടു. ആ ശബ്ദം കാടകം മുഴുവൻ പ്രതിധ്വനിക്കുന്നതുപോലെ അവന് തോന്നി. ക്രിസ്റ്റഫർ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. തന്റെ അവസാന നിമിഷം വന്നെത്തിയിരിക്കുന്നു. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജാഗ്വാർ അവനെ ഉപേക്ഷിച്ച് കാടിന്റെ ഇരുളിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരുപക്ഷെ അതിന് വിശപ്പില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ മെലിഞ്ഞൊട്ടിയ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ അതിനൊരു നല്ല ഇരയായി തോന്നിയിട്ടുണ്ടാകില്ല. കാരണം എന്തായാലും തനിക്ക് രണ്ടാമതൊരു ജന്മം ലഭിച്ചതുപോലെ ക്രിസ്റ്റഫറിന് തോന്നി. അവൻ അവിടെ തന്നെ തളർന്നിരുന്നുപോയി. രാത്രി അവിടെ ചിലവഴിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. അടുത്തുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ അവൻ തീരുമാനിച്ചു. മുറിവേറ്റ കാൽ വെച്ച് മരത്തിൽ കയറുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. വേദന കടിച്ചുപിടിച്ച് കയ്യിലുണ്ടായിരുന്ന വള്ളികൾ ഉപയോഗിച്ച് അവൻ ഒരുവിധം മരത്തിന്റെ ഒരു വലിയ കൊമ്പിൽ കയറിപ്പറ്റി. താഴെ നിന്ന് വരുന്ന മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അത്യാവശ്യം ഉയരത്തിലായിരുന്നു ആ കൊമ്പ്. ഉറങ്ങിപ്പോയാൽ താഴെ വീഴാതിരിക്കാൻ അവനൊരു വലിയ കാട്ടുവള്ളി ഉപയോഗിച്ച് തന്റെ ശരീരത്തെ ആ മരക്കൊമ്പുമായി ചേർത്ത് കെട്ടി. കടുത്ത ക്ഷീണം കാരണം അവന് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. എന്നാൽ അതൊരു ശാന്തമായ ഉറക്കമായിരുന്നില്ല. ആമസോൺ കാടുകളിലെ കൊടും തണുപ്പ് അവനെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. കൂടെ അവന് ഞെട്ടി ഉണരേണ്ടി വന്നു. ഓരോ തവണ ഉണരുമ്പോഴും കാടിന്റെ ഭയാനകമായ ശബ്ദങ്ങൾ അവനെ ഭയപ്പെടുത്തി. കുരങ്ങുകളുടെയും വിവിധയിനം പക്ഷികളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. ഇതിനിടയിൽ എപ്പോഴോ അവനൊരു സ്വപ്നം കണ്ടു. വളരെ നാളുകൾക്ക് ശേഷം തന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ചൂടുള്ള ഭക്ഷണം കഴിച്ച് അമ്മയോടും അച്ഛനുമൊപ്പം ചിരിച്ച് സംസാരിക്കുന്ന ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു. അവിടെ വിശപ്പില്ല, ദാഹമില്ല, ഭയമില്ല. എന്നാൽ പെട്ടെന്ന് അവന്റെ കാലിൽ എന്തോ തണുത്ത ഒന്ന് ഇഴയുന്നത് പോലെ അവന് തോന്നി. അവൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു.
കണ്ണു തുറന്ന ക്രിസ്റ്റഫർ കണ്ട കാഴ്ച അവനെ വീണ്ടും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. തന്റെ കാലിലൂടെ ഒരു പച്ച നിറത്തിലുള്ള പാമ്പ് ഇഴഞ്ഞു നീങ്ങുകയാണ്. ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള ഒരുതരം വൈപ്പർ വർഗത്തിൽപ്പെട്ട പാമ്പായിരുന്നു അത്. അതിന്റെ ചെറിയ ഒരു കടിമതി മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ നാഡീവ്യൂഹം തകർന്ന് മരണം സംഭവിക്കാൻ. ക്രിസ്റ്റഫർ ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് നിശ്ചലനായി കിടന്നു. അവന്റെ ഹൃദയമിടിപ്പ് ഒരു ചെണ്ട കൊട്ടുപോലെ അവന് തന്നെ കേൾക്കാമായിരുന്നു. പാമ്പ് അവന്റെ കാലിൽ നിന്നും പതുക്കെ ഇഴഞ്ഞു മുകളിലേക്ക് വരികയാണ്. അവന്റെ തുടയിലൂടെ, നെഞ്ചിലൂടെ അത് ഇഴഞ്ഞു നീങ്ങി. പാമ്പിന്റെ പരുപരുത്ത ചെതുമലുകൾ അവന്റെ ശരീരത്തിൽ ഉരസുന്നത് അവന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ പാമ്പ് അവന്റെ ശരീരത്തിൽ നിന്നും ഇഴഞ്ഞ് മരക്കൊമ്പിലൂടെ കാടിന്റെ ഇരുളിലേക്ക് മറഞ്ഞു നീങ്ങി. ക്രിസ്റ്റഫർ ദീർഘമായൊന്ന് ശ്വാസമയച്ചു. ഈ കാട്ടിൽ ഓരോ നിമിഷവും മരണം തന്നെ കാത്തിരിക്കുകയാണെന്ന് അവനൊന്നുകൂടി ബോധ്യമായി. അടുത്ത ദിവസം രാവിലെ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിരുന്ന സൂര്യപ്രകാശമാണ് അവനെ ഉണർത്തിയത്. കടുത്ത വിശപ്പ് അവന്റെ ഉദരങ്ങളെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ശരീരം ആകെ മെലിഞ്ഞുട്ടി എല്ലുകൾ പുറത്തേക്ക് കാണാവുന്ന അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ താൻ വിശന്ന് മരിക്കും എന്നവൻ അറിയാമായിരുന്നു. അവൻ മരത്തിൽ നിന്നും ഇറങ്ങി ഭക്ഷണം അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. കാട്ടിൽ പലതരം പഴങ്ങളും ചെടികളുമുണ്ടെങ്കിലും അതിലേതാണ് വിഷമുള്ളത്, ഏതാണ് കഴിക്കാൻ പറ്റുന്നത് എന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. പട്ടിണി കിടന്ന് ചാവുന്നതിനേക്കാൾ ഭേദം എന്തെങ്കിലും കഴിച്ചു മരിക്കുന്നതാണെന്ന് അവന് തോന്നിത്തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവനൊരു മരപ്പൊത്തിൽ ചില പ്രാണികളെ കണ്ടത്. വലിയ തരം വണ്ടുകൾ. അറപ്പ് തോന്നിയെങ്കിലും ജീവൻ നിലനിർത്താൻ പ്രോട്ടീൻ അത്യാവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ കണ്ണടച്ചുകൊണ്ട് ആ വണ്ടുകളെ പിടിച്ചു വായിലിട്ട് ചവച്ചു. കയ്പും ചവർപ്പും കലർന്ന ആ രുചി അവൻ ഓക്കാനമുണ്ടാക്കി. എങ്കിലും അവനത് വിഴുങ്ങി. ജീവിക്കണമെന്നുള്ള അവന്റെ ആഗ്രഹം അത്രത്തോളം തീവ്രമായിരുന്നു. നടത്തം തുടർന്നുകൊണ്ടിരിക്കെ കാടിന്റെ സ്വഭാവം വീണ്ടും മാറുന്നതായി അവൻ അനുഭവപ്പെടുന്നു. വലിയ മരങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ ചെറിയ കുറ്റിച്ചെടികളും ചതുപ്പുകളുമാണ് കാണുന്നത്. വായുവിൽ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. അഴുകിയ ഇലകളുടെയും ചെളിയുടെയും രൂക്ഷഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ ഒരു വലിയ ചതുപ്പ് നിലത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുന്നോട്ടു പോകണമെങ്കിൽ ഈ ചതുപ്പ് കടന്നേ മതിയാകൂ. ചതുപ്പുകൾ ആമസോൺ കാടുകളിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിലൊന്നാണ്. മുതലകളും അനക്കോണ്ടകളും പിരാനാ മത്സ്യങ്ങളും നിറഞ്ഞ ഇടം. അവൻ ഓരോ കാലടികളും വളരെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആ ചതുപ്പിലേക്കിറങ്ങി. ഇടുപ്പുവരെ വെള്ളമുള്ള ആ ചതുപ്പിലൂടെ നടക്കുമ്പോൾ വെള്ളത്തിനടിയിൽ എന്തൊക്കെയോ അവന്റെ കാലുകളിൽ ഉരസുന്നതായി അവന് തോന്നി. ഓരോ തവണ ഉരസുമ്പോഴും അവൻ ഭയന്ന് പിറകിലേക്ക് മാറും. പെട്ടെന്നാണ് അവന്റെ വലതുകാലിൽ എന്തോ ഒന്ന് കടിച്ചു വലിക്കുന്നതുപോലെ അവന് തോന്നിയത്. അവൻ സർവ്വശക്തിയുമെടുത്ത് കാൽ പുറത്തേക്ക് വലിച്ചെടുത്തു. വെള്ളത്തിനു മുകളിൽ ഒരു നിമിഷം തിളങ്ങുന്ന പല്ലുകളുള്ള ഒരു മത്സ്യം ഉയർന്നു വന്നു. പിരാന. മനുഷ്യമാംസം ഞൊടിയിടം തിന്നുതീർക്കുന്ന ഭയാനകമായ മത്സ്യം. ഒരെണ്ണം മാത്രമല്ല, ആ വെള്ളത്തിൽ അവറ്റ കൂട്ടമുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ തന്റെ ജീവനും കയ്യിൽ പിടിച്ച് ആ ചതുപ്പിലൂടെ ഓടാൻ തുടങ്ങി. വെള്ളം വകഞ്ഞുമാറ്റിക്കൊണ്ടുള്ള അവന്റെ ഓട്ടത്തിൽ പലതവണ പിരാനകൾ അവന്റെ കാലിൽ കടിക്കാൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയോ അവൻ ആ ചതുപ്പിന്റെ മറുകരയിലെത്തി. കാൽമുട്ടുകുത്തി വീണ അവൻ കിതച്ചുകൊണ്ട് തന്റെ കാലുകളിലേക്ക് നോക്കി. പുതിയതായി ഒരുപാട് ചെറിയ മുറിവുകളുണ്ടായിരിക്കുന്നു. അതിൽ നിന്നും രക്തമൊഴുകുന്നുണ്ട്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കാലുകൾ അവനെ അനുസരിക്കുന്നില്ലായിരുന്നു. കടുത്ത അണുബാധയും തുടർച്ചയായുള്ള ഭയവും പോഷകാഹാരക്കുറവും അവന്റെ ശരീരത്തെ പൂർണ്ണമായും തളർത്തിയിരുന്നു. അവൻ ആ ചെളിയിൽ തന്നെ കിടന്നു. ആകാശത്തേക്ക് നോക്കി അവൻ ആദ്യമായി പൊട്ടിക്കരഞ്ഞു. ദൈവമേ, എന്നെ എന്തിനാണിങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് മരിക്കണം, എന്നെ കൊണ്ടുപോകൂ. അവൻ ഉറക്കെ നിലവിളിച്ചു. ആ വലിയ കാടിനോടും തന്റെ നിർഭാഗ്യത്തോടും അവൻ ഏറ്റുമുട്ടുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവരെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന ചിന്ത അവന്റെ ഹൃദയത്തെ പിളർക്കുന്നതായിരുന്നു. ആ കിടപ്പിൽ അവനൊരു തീരുമാനമെടുത്തു. ഇനി മുന്നോട്ടു പോകുന്നില്ല, ഈ കാട്ടിൽ കിടന്നു തന്നെ മരിക്കാം. അവൻ കണ്ണുകൾ അടച്ചു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പതുക്കെ നിലയ്ക്കുന്നതുപോലെ അവന് തോന്നി. മരണം തന്നെ പുൽകാൻ വരികയാണെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ മനുഷ്യന്റെ അതിജീവന ത്വര എന്നത് ഒരു അത്ഭുതമാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്നും പുതിയൊരു ജീവൻ നാമ്പെടുക്കും. മണിക്കൂറുകൾക്ക് ശേഷം അവന് പെട്ടെന്നൊരു ഉൾവിളിയുണ്ടായി. ഇല്ല, ഞാനിവിടെ മരിക്കാൻ പാടില്ല. എനിക്ക് ജീവിച്ചേ മതിയാകൂ. എന്റെ കുടുംബത്തിനടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകണം. ഒരു വന്യമൃഗത്തെപ്പോലെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. തന്റെ മുറിവുകളിൽ അവൻ ചെളി വാരിത്തേച്ചു. രക്തം നിൽക്കാൻ അതാണൊരു വഴിയെന്നവന് തോന്നി. ഒരു വലിയ വടി കുത്തിപ്പിടിച്ച് അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. പകരം ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും
ഒരുതരം വന്യമായ തിളക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാടിനെ താൻ കീഴടക്കുമെന്നൊരു വാശി അവനിൽ ഉടലെടുത്തിരുന്നു. ദിനരാത്രങ്ങൾ വീണ്ടും കടന്നുപോയി. ക്രിസ്റ്റഫറിന്റെ അവസ്ഥ നാൾക്കുനാൾ മോശമായിക്കൊണ്ടിരുന്നു. അവന്റെ ശരീരമാസകലം വ്രണങ്ങൾ നിറഞ്ഞു. മുടി നീണ്ടു വളർന്ന് ജട പിടിച്ചു. അവനിപ്പോൾ ഒരു മനുഷ്യനെപ്പോലെയല്ല, മറിച്ച് കാട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു പ്രാകൃത ജീവിയെപ്പോലെയാണ് കാണപ്പെട്ടിരുന്നത്. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് ഇല്ലാതായിരുന്നു. എന്നിട്ടും അവൻ നടന്നു. കാടിന്റെ ഓരോ മുക്കും മൂലയും അവനിപ്പോൾ പരിചിതമായി തുടങ്ങിയിരുന്നു. ഏത് പഴമാണ് കഴിക്കാൻ പറ്റുന്നത്, ഏത് വെള്ളമാണ് കുടിക്കാൻ പറ്റുന്നത് എന്നൊക്കെ അവന് മനസ്സിലായി തുടങ്ങി. പക്ഷികൾ പറക്കുന്ന ദിശ നോക്കി ജലാശയങ്ങൾ എവിടെയാണെന്നവൻ കണ്ടെത്തി. പ്രകൃതിയുമായി അവൻ പൂർണ്ണമായും ഇഴകിച്ചേർന്നിരുന്നു. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ അവൻ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നവൻ അറിയാമായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ അവനൊരു കാഴ്ച കാണുന്നത്. വലിയൊരു മരത്തിന്റെ തടിയിൽ എന്തോ ആയുധം ഉപയോഗിച്ച് വെട്ടിയതിന്റെ പാടുകൾ. ക്രിസ്റ്റഫറിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇത് പ്രകൃതിദത്തമായുണ്ടായ പാടുകളല്ല, മനുഷ്യരുപയോഗിക്കുന്ന വെട്ടുകത്തിയോ കോടാലിയോ കൊണ്ടുണ്ടാക്കിയതാണ്. അതിനർത്ഥം ഇവിടെ മനുഷ്യർ വന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് ആമസോണിലെ തദ്ദേശീയരായ ഗോത്രവർഗക്കാരാകാം, അല്ലെങ്കിൽ കാടുവെട്ടാൻ വന്നവരാകാം. ആരു തന്നെയായാലും താൻ മനുഷ്യവാസമുള്ള ഏതോ ഒരു പ്രദേശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നവന് മനസ്സിലായി. ആ വെട്ടുപാടുകൾ കണ്ട മരത്തിൽ അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മവച്ചു. ഒരു പുതിയ പ്രതീക്ഷ അവനിൽ ജനിച്ചു. അവൻ ആ മരത്തിലെ വെട്ടുപാടുകൾ നിരീക്ഷിച്ചു. അവ വളരെ പഴയതായിരുന്നില്ല, 1-2 ആഴ്ചകൾക്ക് മുൻപുണ്ടായ പാടുകൾ. ആ പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടു പോകാൻ അവൻ തീരുമാനിച്ചു. തന്റെ അവസാനത്തെ ഊർജവും സംഭരിച്ച് അവൻ നടന്നു. ഇപ്പോൾ അവന് വേദന അറിയുന്നില്ല, വിശപ്പറിയുന്നില്ല. അവന്റെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം: മനുഷ്യരെ കണ്ടെത്തുക. കുറച്ചു ദൂരം നടന്നപ്പോൾ അവന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു തുടങ്ങി. മുറിച്ചിട്ട മരക്കൊമ്പുകൾ, തീ കൂട്ടിയതിന്റെ ചാരങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ചില പ്ലാസ്റ്റിക് കവറുകൾ. അതെ, ഇവിടെ മനുഷ്യർ വന്നിട്ടുണ്ട്. അവൻ ആവേശത്തോടെ ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കാലുകൾ ഇടറി അവൻ താഴെ വീണു. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തല കറങ്ങുന്നതുപോലെ അവന് തോന്നി. കാഴ്ച മങ്ങാൻ തുടങ്ങി. തന്റെ ലക്ഷ്യത്തിന് തൊട്ടരികിലെത്തിയിട്ടും തനിക്ക് മരിക്കേണ്ടി വരുമോ എന്നവൻ ഭയപ്പെട്ടു. അവൻ ആ മണ്ണിൽ കിടന്നുകൊണ്ട് അലറി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ചുറ്റുമുള്ള ലോകം പതിയെ ഇരുളുന്നതായി അവൻ അനുഭവപ്പെട്ടു. അബോധാവസ്ഥയിലേക്ക് വീഴുന്നതിന് തൊട്ടുമുൻപ് അവനൊരു കാര്യം ശ്രദ്ധിച്ചു. ദൂരെ നിന്നും ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നതുപോലെയുള്ള ശബ്ദം. അതൊരു ബോട്ടിന്റെ ശബ്ദമാണോ, അതോ ഒരു വലിയ വണ്ടിയുടെയോ? അവന് വ്യക്തമായില്ല. പക്ഷേ ആ ശബ്ദം അടുത്തടുത്തേക്ക് വരികയായിരുന്നു. ഒപ്പം ചില മനുഷ്യരുടെ സംസാരവും അവന് കേൾക്കാമായിരുന്നു. പോർച്ചുഗീസ് ഭാഷയിലുള്ള സംസാരം. രക്ഷാപ്രവർത്തകരാണോ അതോ ഗോത്രവർഗക്കാരാണോ? അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചില കാലൊച്ചകൾ തനിക്ക് അടുത്തേക്ക് വരുന്നതായി അവൻ അറിഞ്ഞു. ആരോ തന്റെ ശരീരത്തിൽ തൊടുന്നതും വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നതും അവന് നേരിയ ഓർമ്മയുണ്ടായിരുന്നു. ഇവനൊരു മനുഷ്യനാണ്, ജീവനുണ്ട്, പെട്ടെന്ന് വെള്ളം കൊണ്ടുവരൂ എന്നാരോ പറയുന്നതായി അവന് തോന്നി. ഒരു തുള്ളി വെള്ളം അവന്റെ ചുണ്ടുകളിലേക്ക് വീണു. ആ തണുപ്പ് അവന്റെ ജീവനെ തിരികെ വിളിക്കുന്നതുപോലെ അവന് തോന്നി. പക്ഷെ അവന് കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. കടുത്ത ക്ഷീണം അവനെ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് തള്ളിയിട്ടു. ക്രിസ്റ്റഫർ പിന്നീട് കണ്ണുകൾ തുറക്കുന്നത് ഒരാശുപത്രി കിടക്കയിലാണ്. ചുറ്റും വെളുത്ത ചുമരുകൾ, മെഷീനുകളുടെ ശബ്ദം, ഡ്രിപ്പിട്ടിരിക്കുന്ന കൈകൾ. അവൻ സ്വപ്നലോകത്താണോ എന്ന് സംശയിച്ചു. അവൻ പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. തന്റെ അരികിൽ കണ്ണുനീരോടെ നിൽക്കുന്ന അമ്മയെയും അച്ഛനെയും അവൻ കണ്ടു. അവർ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദിവസങ്ങളോളം ആമസോൺ കാടിന്റെ വന്യതയോട് പൊരുതി മരണത്തെ മുഖം കണ്ട് ഒടുവിൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. താൻ രക്ഷപ്പെട്ടു എന്ന സത്യം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവന് കുറച്ച് സമയം വേണ്ടിവന്നു. ആമസോൺ നദിയിലൂടെ പോകുകയായിരുന്ന ചില മീൻപിടുത്തക്കാരാണ് അവനെ കണ്ടെത്തിയത്. അവരുടെ ബോട്ടിലാണ് അവനെ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചത്. അവന്റെ കാലിലെ ഇൻഫെക്ഷൻ വളരെ ഗുരുതരമായിരുന്നു. എങ്കിലും കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചതുകൊണ്ട് കാൽ മുറിച്ചുമാറ്റാതെ തന്നെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. ഈ അനുഭവം ക്രിസ്റ്റഫറിന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ നിസ്സഹായതയും അതേസമയം ജീവിക്കാനുള്ള മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയും അവൻ ആ ദിവസങ്ങളിൽ നിന്നും പഠിച്ചു. ആമസോൺ കാടുകൾ അവനൊരു പേടി സ്വപ്നമായിരുന്നു. എങ്കിലും അതവന് ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കൊടുത്തു. ഓരോ തവണ അവൻ മഴയുടെ ശബ്ദം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ കാടിന്റെ പച്ചപ്പ് കാണുമ്പോഴും അവൻ അറിയാതെ ആ ദിവസങ്ങളിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു. ആ ജാഗ്വാറിന്റെ തിളങ്ങുന്ന കണ്ണുകൾ, അഴുകിയ മാംസത്തിന്റെ ഗന്ധം, ചതുപ്പിലെ പിരാനകൾ എല്ലാം അവനൊരു പാഠമായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ പൂർണ്ണമായും മാറ്റിയെഴുതിയ ഒരു ഭയാനകമായ അതിജീവനത്തിന്റെ പാഠം. സത്യത്തിൽ ലോകമറിഞ്ഞത് ക്രിസ്റ്റഫറിന്റെ അതിജീവനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. പത്രത്താളുകളിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞുനിന്നത് ഒരു അത്ഭുതകരമായ തിരിച്ചുവരവിന്റെ കഥയായിരുന്നു.
കാടവനെ പഠിപ്പിച്ച പാഠങ്ങൾ ഒരുപക്ഷെ ഏതൊരു മനുഷ്യന്റെയും ചിന്തകൾക്കപ്പുറമായിരുന്നു. നഗരത്തിലെ തന്റെ ഫ്ളാറ്റിന്റെ ജനവാലിനരികിൽ നിന്ന് പുറത്തു പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുമ്പോൾ അവന്റെ ഓർമ്മകൾ വീണ്ടും ആ പച്ചപ്പിന്റെ വന്യതയിലേക്ക് ഊളിയിടുകയായിരുന്നു. മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്നത് കേവലം ആ ജാഗ്വാറിന്റെ തിളങ്ങുന്ന കണ്ണുകളെയോ ചതുപ്പിലെ പിരാനകളെയോ ഓർത്തായിരുന്നില്ല. അതിലും ഭയാനകമായ, മറ്റാരോടും ഇതുവരെ തുറന്നു പറയാത്ത, തന്റെ ഡയറി താളുകളിൽ മാത്രം ഒതുക്കിവെച്ച ചില സത്യങ്ങൾ ആ ആമസോൺ കാടുകളുടെ ഇരുളിൽ അവൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം മനസ്സിന്റെ സമനില തെറ്റിയതാണോ എന്ന് അവൻ തന്നെ സംശയിച്ചു പോയ ആ 5 ദിവസങ്ങൾ. കാട്ടിലവനെ കാണാതായ 14-ാം ദിവസം മുതൽ അവനെ രക്ഷപ്പെടുത്തിയ 19-ാം ദിവസം വരെയുള്ള ആ സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ചോദ്യം ഇന്നും ക്രിസ്റ്റഫറിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ അവനെ കണ്ടെത്തുമ്പോൾ അവന്റെ ശരീരത്തിൽ അവൻ്റേതല്ലാത്ത ഉണങ്ങിയ രക്തക്കറകളുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ മനുഷ്യരുടേതല്ലാത്ത ഒരു വന്യതയുണ്ടായിരുന്നു. അവനോട് ചോദ്യങ്ങൾ ചോദിച്ചവരോടൊക്കെ അവൻ പറഞ്ഞത് താൻ കാട്ടിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ ആ സത്യം അതല്ലായിരുന്നു. 14-ാം ദിവസം ഉച്ചയോടെയാണ് ആ സംഭവം നടക്കുന്നത്. ദിവസങ്ങളോളമുള്ള പട്ടിണിയും അലച്ചിലും കാരണം ക്രിസ്റ്റഫറിന്റെ ശരീരം പൂർണ്ണമായും തളർന്നിരുന്നു. ഓരോ കാൽവെപ്പിലും ഭൂമി വട്ടം കറങ്ങുന്നതുപോലെ അവന് തോന്നി. തൊണ്ട വരണ്ട് പൊട്ടി ചോര കിനിയുന്ന അവസ്ഥ. എങ്ങനെയെങ്കിലും ഒരിത്തിരി വെള്ളം കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ചുറ്റും പച്ചപ്പാണ്, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. പെട്ടെന്നാണ് വളരെ ദൂരെ നിന്നെന്ന പോലെ വെള്ളം കുതിച്ചൊഴുകുന്നതിൻ്റെ ഒരു നേരിയ ശബ്ദം അവൻ്റെ കാതുകളിലെത്തിയത്. ഒരുപക്ഷെ അതൊരു തോന്നലാകാം എന്നവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം അവനെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി. വളരെ കട്ടിയുള്ള വള്ളിപ്പടർപ്പുകൾ വകഞ്ഞുമാറ്റി കൂർത്ത മുള്ളുകൾ ശരീരത്തിൽ തറഞ്ഞു കയറുന്നത് വകവയ്ക്കാതെ അവൻ മുന്നോട്ട് നടന്നു. ആ കാടിൻ്റെ ഭാഗം ഇതുവരെ അവൻ കണ്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ മരങ്ങൾക്ക് അസാധാരണമായ വലിപ്പമുണ്ടായിരുന്നു. അവയുടെ വേരുകൾ പാമ്പുകളെപ്പോലെ നിലത്ത് ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. പക്ഷികളുടെയോ പ്രാണികളുടെയോ യാതൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. ശ്മശാനത്തിന് സമാനമായൊരു നിശബ്ദത. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. അവൻ്റെ വരണ്ട ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ഒരുപക്ഷെ ഈ കാടിന് പുറത്തു കടക്കാനുള്ള ഒരു നദിയിലേക്കായിരിക്കാം ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. ആവേശത്തോടെ അവൻ ഓടാൻ തുടങ്ങി. എന്നാൽ അവൻ ചെന്നെത്തിയത് ഒരു നദിയുടെ തീരത്തായിരുന്നില്ല, മറിച്ച് ഭൂമിയിൽ രൂപപ്പെട്ട വളരെ വലിയ ഒരു ഗർത്തത്തിൻ്റെ വക്കിലായിരുന്നു. അപ്രതീക്ഷിതമായി കാലുകൾക്ക് താഴെ കിടന്നിരുന്ന പായൽ പിടിച്ച പാറയിൽ ചവിട്ടിത്തെന്നി ആ മഹാഗർത്തത്തിൻ്റെ അഗാധതയിലേക്ക് അവൻ പതിച്ചു. എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് സംഭവിച്ചത്. ചുറ്റും കൂരിരുട്ട്. താഴേക്ക് പതിക്കുന്നതിനിടയിൽ മരച്ചില്ലകളും പാറക്കല്ലുകളും അവൻ്റെ ശരീരത്തിൽ ആഞ്ഞടിച്ചു. അസഹനീയമായ വേദന ശരീരമാകെ പടർന്നു. ഒടുവിൽ ഐസ് പോലെ തണുത്തുറഞ്ഞ ഒരു ജലാശയത്തിലേക്കാണ് അവൻ ചെന്ന് വീണത്. വെള്ളത്തിൻ്റെ ആഘാതത്തിൽ അവൻ്റെ ശ്വാസം നിലച്ചുപോയി. എത്രത്തോളം ആഴത്തിലേക്കാണ് താൻ മുങ്ങിപ്പോകുന്നത് എന്നവന് മനസ്സിലായില്ല. കണ്ണുകൾ തുറന്നിട്ടും യാതൊന്നും കാണാൻ കഴിയാത്തത്രയും കറുത്ത ഇരുട്ട്. ശ്വാസകോശത്തിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങിയപ്പോൾ മരണത്തിൻ്റെ തണുത്ത കൈകൾ തന്നെ സ്പർശിക്കുന്നത് അവൻ അറിഞ്ഞു. അവസാനത്തെ ജീവന്റെ തുടിപ്പും വെച്ച് അവൻ മുകളിലേക്ക് കുതിച്ചു. എങ്ങനെയോ ജലോപരിതലത്തിലെത്തി ആർത്തിയോടെ ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുത്തു. വെള്ളത്തിൽ കിടന്ന് അവൻ ചുറ്റും നോക്കി. ഒരു വലിയ ഭൂഗർഭ ഗുഹയ്ക്കുള്ളിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നത് എന്നവന് മനസ്സിലായി. മുകളിൽ 100 അടിയിലേറെ ഉയരത്തിൽ താൻ വീണ ആ ഗർത്തത്തിൻ്റെ വായയിലൂടെ നേരിയ ഒരു പ്രകാശം മാത്രം ഗുഹയ്ക്കുള്ളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ ഗുഹയുടെ ഒരു വശത്തുള്ള പാറക്കെട്ടുകളിലേക്ക് നീന്തി കയറി. വിറയ്ക്കുന്ന ശരീരത്തോടെ ആ തണുത്ത പാറയിൽ കിടക്കുമ്പോൾ അവന് കരയാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും ഇനി ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ലെന്ന് അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. മണിക്കൂറുകളോളം അവനവിടെ അനങ്ങാതെ കിടന്നു. പുറത്ത് പകലാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. പതിയെ മുകളിൽ നിന്നുള്ള ആ നേരിയ പ്രകാശവും അപ്രത്യക്ഷമായി. അതായത് പുറത്ത് ഇരുട്ട് വീണിരിക്കുന്നു. പൂർണ്ണമായ അന്ധകാരത്തിൽ ആ ഭൂഗർഭഗുഹയിലെ വെള്ളത്തിൻ്റെ തണുപ്പിൽ അവൻ ചുരുണ്ടുകൂടി കിടന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗുഹയുടെ അഗാധതയിൽ നിന്നും ഒരു ശബ്ദമുയർന്നത്. വെള്ളത്തിൽ എന്തോ വലിയ ഒന്ന് ഇളകുന്ന ശബ്ദം. ചെറിയൊരു മീനോ തവളയോ ഒന്നുമല്ല, വളരെ ഭാരമുള്ള എന്തോ ഒന്ന് വെള്ളത്തിലൂടെ നീങ്ങുന്നുണ്ട്. ആ ശബ്ദം കേട്ടതും അവൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെ അവന് തോന്നി. ശ്വാസം വിടാൻ പോലും ഭയന്ന് അവൻ ആ പാറയോട് ചേർന്ന് കിടന്നു. ആമസോണിൻ്റെ ഇരുളടഞ്ഞ ഈ ഗുഹകളിൽ ഇതുവരെ മനുഷ്യർ കണ്ടിട്ടുപോലുമില്ലാത്ത പല ജീവികളുമുണ്ടാകാം. ഒരുപക്ഷെ കൂറ്റൻ അനാക്കൊണ്ടയാകാം, അല്ലെങ്കിൽ ബ്ലാക്ക് കെയ്മൻ എന്ന് വിളിക്കുന്ന ഭീമൻ മുതലയാകാം. ആ ശബ്ദം പതിയെ അവനിൽ നിന്നും അകന്നുപോയി. അന്ന് രാത്രി മുഴുവൻ അവൻ ഉറങ്ങിയില്ല. ഭയം അവൻ്റെ ശരീരത്തെ മരവിപ്പിച്ചിരുന്നു.
പിറ്റേന്ന് രാവിലെ ഗർത്തത്തിലൂടെ വീണ്ടും നേരിയ പ്രകാശം ഗുഹയ്ക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഗുഹയുടെ ഏകദേശ രൂപം അവന് കാണാമായിരുന്നു. വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു ചെറിയ തുരങ്കം ഗുഹയുടെ മറുഭാഗത്ത് അവൻ കണ്ടു. ആ തുരങ്കത്തിലൂടെ പോയാൽ ഒരുപക്ഷെ പുറത്തെവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞേക്കും. എന്നാൽ അതിലൂടെ കടന്നു പോകുക എന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാരണം ആ തുരങ്കം വളരെ ഇടുങ്ങിയതാണ്. പകുതിയിലേറെ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ഇരുന്നാൽ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ആ അജ്ഞാത ജീവിയുടെ ഇരയായോ മരിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. ഒരുമിൾ അവൻ ആ തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. തണുത്ത വെള്ളത്തിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ അവൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീന്തി ആ തുരങ്കത്തിൻ്റെ കവാടത്തിലെത്തി. അവിടെ നിന്നും അങ്ങോട്ട് വെളിച്ചമില്ല. പൂർണ്ണമായ ഇരുട്ടാണ്. കൈകൾ മുന്നോട്ട് നീട്ടി പാറകളിൽ പിടിച്ച് അവൻ മെല്ലെ മുന്നോട്ട് നീങ്ങി. തുരങ്കം മുന്നോട്ടു പോകുന്തോറും ഇടുങ്ങി വരികയായിരുന്നു. ചിലയിടങ്ങളിൽ അവന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ശരീരം വില്ലുപോലെ വളച്ച് പാറകൾക്കിടയിലൂടെ ഊർന്നിറങ്ങേണ്ടി വന്നു. ക്ലോസ്ട്രോഫോബിയ അഥവാ ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള ഭയം അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഇരുവശത്തു നിന്നും തണുത്ത പാറകൾ തന്നെ ഞെരുക്കി കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുന്നതുപോലെ അവന് തോന്നി. പെട്ടെന്നൊരു വലിയ പാറയിൽ തട്ടി അവൻ നിന്നു. മുന്നോട്ടു പോകാൻ വഴിയില്ല. അവൻ്റെ നെഞ്ച് ഭയം കൊണ്ട് പിടഞ്ഞു. തിരികെ പോകാനും കഴിയില്ല. മുന്നോട്ട് വഴിയുമില്ല. ഇവിടെ ഈ ഇടുങ്ങിയ തുരങ്കത്തിൽ താൻ ശ്വാസം മുട്ടി മരിക്കാൻ പോകുകയാണെന്ന് അവൻ ഉറപ്പിച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി. ആ നിമിഷത്തിൽ അവൻ്റെ മനസ്സിൽ വന്നത് അമ്മയുടെ മുഖമായിരുന്നു. തന്നെ കാണാതെ അവർ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാകും. ഇല്ല, ഇവിടെ വെച്ച് തോറ്റുകൊടുക്കാൻ കഴിയില്ല. അവൻ സകല ശക്തിയുമെടുത്ത് ആ പാറയ്ക്ക് താഴെക്കൂടി വെള്ളത്തിൽ മുങ്ങി മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചു. അതൊരു മരണക്കളിയായിരുന്നു. വെള്ളത്തിനടിയിലൂടെ കൂർത്ത പാറകളിൽ ഉരഞ്ഞ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടും അവൻ മുന്നോട്ട് തന്നെ നീങ്ങി. ശ്വാസം മുട്ടി ബോധം മറയുന്ന എന്ന അവസ്ഥയിൽ പെട്ടെന്ന് അവൻ്റെ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു. അവൻ ആർത്തിയോടെ ശ്വാസം വലിച്ചു കുടിച്ചു. ഇരുട്ടിലാണെങ്കിലും അവനൊരു വലിയ തുറസായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നതെന്ന് ആ മറ്റൊലിയിൽ നിന്നും മനസ്സിലായി. അവൻ നീന്തിയൊരു കരയിലേക്ക് കയറി. അവിടെ ചവിട്ടിയപ്പോൾ തന്നെ അവനൊരു കാര്യം മനസ്സിലായി. അത് പാറയായിരുന്നില്ല, മറിച്ച് എന്തോ ലോഹനിർമ്മിതമായൊരു പ്രതലമായിരുന്നു. വിറയ്ക്കുന്ന കൈകളാൽ അവൻ ആ പ്രതലത്തിൽ തപ്പിനോക്കി. അതൊരു പഴയ വിമാനത്തിൻ്റെ അവശിഷ്ടമായിരുന്നു. ആമസോണിൻ്റെ ഉള്ളകകളിൽ എവിടെയോ തകർന്നു വീണ ഒരു ചെറു വിമാനം. കാലക്രമേണ വെള്ളപ്പൊക്കത്തിലോ മറ്റോ ഒലിച്ചുവന്ന് ഈ ഗുഹയിൽ കുടുങ്ങിയതാകാം. അവൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ കനലെരിഞ്ഞു. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ സാധനങ്ങളുണ്ടാകുമോ? അവൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വിമാനത്തിനുള്ളിലേക്ക് കയറി. പൈലറ്റിന്റെ ക്യാബിനിലെത്തിയപ്പോൾ അവന്റെ കൈകൾ എന്തോ ഒന്നിൽ തട്ടി. അതൊരു മനുഷ്യന്റെ അസ്ഥികൂടമായിരുന്നു. സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു അസ്ഥികൂടം. ഭയം കൊണ്ട് അവൻ പുറകോട്ട് മാറിപ്പോയെങ്കിലും അത്യാവശ്യം അവനെ ധൈര്യവാനാക്കി. ആ അസ്ഥികൂടത്തിന്റെ അടുത്തായി ഒരു ലെതർ ബാഗ് ഇരിക്കുന്നത് അവൻ കണ്ടു. ബാഗ് തുറന്ന് അവൻ അതിനുള്ളിൽ തപ്പിനോക്കി. ഭാഗ്യം അവനെ തുണച്ചു. അതിനുള്ളിൽ കേടാവാത്തൊരു ഫ്ലാഷ് ലൈറ്റ്, കുറച്ച് മാച്ചുകൾ, പിന്നെ ഏറ്റവും പ്രധാനമായി ഒരു ഫ്ലെയർ ഗൺ എന്നിവയുണ്ടായിരുന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. മഞ്ഞ വെളിച്ചം ഗുഹയുടെ ഇരുട്ടിനെ കീറിമുറിച്ചു. ആ വെളിച്ചത്തിൽ അവൻ ചുറ്റും നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ്റെ രക്തം മരവിച്ചുപോയി. അവൻ നിൽക്കുന്ന വിമാനത്തിനു ചുറ്റും അസംഖ്യം മനുഷ്യ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അതൊരു വിമാനാപകടത്തിൽ മരിച്ചവരുടെ അസ്ഥികൂടങ്ങളല്ല, മറിച്ച് ഇവിടെ കുടുങ്ങിപ്പോയ, അല്ലെങ്കിൽ ഈ ഗുഹയിലുള്ള ഏതോ ജീവി ഇരയാക്കിയ മനുഷ്യരുടെ അവശിഷ്ടങ്ങളായിരുന്നു. പെട്ടെന്നാണ് ആ വെളിച്ചത്തിൽ ഗുഹയുടെ മറുഭാഗത്തെ വെള്ളത്തിൽ 2 ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നതവൻ കണ്ടത്. വെള്ളത്തിൽ വലിയൊരു അലയടിയുണ്ടായി. അവൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം ആ ജീവിയുടെ മേൽ പതിച്ചു. അതൊരു രാക്ഷസനായിരുന്നു. ഏകദേശം 20 അടിയോളം നീളമുള്ള ഒരു ഭീമൻ ബ്ലാക്ക് കെയ്മൻ. വർഷങ്ങളായി ഈ ഗുഹയിലെ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മാംസം രുചിച്ചറിഞ്ഞ ഒരു കൊലയാളി. വെളിച്ചം കണ്ടതും അത് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ക്രിസ്റ്റഫർ നിൽക്കുന്ന വിമാനത്തിന് നേർക്ക് കുതിച്ചു വന്നു. അതിൻ്റെ കൂർത്ത പല്ലുകളും ഭയാനകമായ രൂപവും കണ്ടപ്പോൾ അവന് തൻ്റെ അവസാന നിമിഷം ഇതാണെന്ന് തോന്നിപ്പോയി. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവൻ ഒളിക്കാൻ ശ്രമിച്ചു. എന്നാൽ കെയ്മൻ വിമാനത്തിൻ്റെ ലോഹഭാഗങ്ങളിൽ ആഞ്ഞടിച്ചു. വിമാനം ഇളകിയാടി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് വിമാനത്തിനുള്ളിലേക്ക് കടക്കും. തൻ്റെ കയ്യിലുള്ള അവസാനത്തെ ആയുധം അവൻ പുറത്തെടുത്തു. ആ ഫ്ലെയർ ഗൺ. അതിൽ ഒരേ ഒരു ഫ്ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായി കൊണ്ടില്ലെങ്കിൽ മരണമുറക്കാണ്. കെയ്മൻ വായ തുറന്ന് അവന് നേർ കലറിക്കൊണ്ട് അടുത്തേക്ക് വന്ന നിമിഷം ക്രിസ്റ്റഫർ ഫ്ലെയർ ഗൺ അതിൻ്റെ തുറന്ന വായിലേക്ക് ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചു. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ചുവന്ന തീപ്പൊരികൾ ചിതറിച്ചുകൊണ്ട് ആ ഫ്ലെയർ കെയ്മൻ്റെ വായിലേക്ക് തുളഞ്ഞു കയറി പൊട്ടിത്തെറിച്ചു. ഗുഹയാകെ ചുവന്ന വെളിച്ചം നിറഞ്ഞു. കെയ്മൻ വേദന കൊണ്ട് പുളഞ്ഞു. അതിൻ്റെ ഭീമൻ വാലുകൊണ്ട് വിമാനത്തിലും പാറകളിലും ആഞ്ഞടിച്ചു. ആ തക്കത്തിന് ക്രിസ്റ്റഫർ വിമാനത്തിൽ നിന്നും ചാടിയിറങ്ങി.
ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയിലൂടെ ഓടാൻ തുടങ്ങി. താഴെ കേയ്മന്റെ അലർച്ചയും ഗുഹയാകെ നിറയുന്ന ചുവന്ന പുകയും. ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ ഓട്ടമായിരുന്നു അത്. കൂർത്ത പാറകളിൽ പിടിച്ച് കൈകൾ മുറിഞ്ഞ് ചോരയൊലിച്ചിട്ടും അവൻ മുകളിലേക്ക് വലിഞ്ഞു കയറി. ആ ചുവന്ന പുക ഗുഹയുടെ മുകളിലുള്ള വിടവിലൂടെ കാടിന്റെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അവൻ ആ ഗർത്തത്തിന് പുറത്ത് കാടിന്റെ പ്രതലത്തിൽ വീണു. മഴ തിമർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ആ തണുത്ത മഴത്തുള്ളികൾ മുഖത്ത് വീണപ്പോഴാണ് താൻ ജീവനോടെ ഉണ്ടെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞത്. അവൻ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവൻ അറിയില്ലായിരുന്നു, ആ ഫ്ലെയർ ഗണ്ണിൽ നിന്നും ഉയർന്ന ചുവന്ന പുക ആകാശത്ത് റോന്തു ചുറ്റുകയായിരുന്ന രക്ഷാപ്രവർത്തകരുടെ ഹെലികോപ്റ്ററിൽ നിന്നും അവർ കണ്ടിരുന്നുവെന്ന്. തന്നെ കൊല്ലാൻ വന്നൊരു മൃഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആയുധം തന്നെയാണ് യഥാർത്ഥത്തിൽ അവൻ ഈ ലോകത്തേക്കുള്ള തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിയത്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തുകയും അവനെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ഇതാണ് ലോകമറിയാത്ത ക്രിസ്റ്റഫറുടെ കഥയുടെ ആ കാണാപ്പുറം. ആ ഡയറി താളുകളിൽ അവൻ എഴുതിവെച്ച വരികൾ പിന്നീട് അവൻ തന്നെ കീറിക്കളഞ്ഞു. കാരണം ആ ഭൂഗർഭ ഗുഹയിലെ രാക്ഷസന്റെയോ ആ അസ്ഥികൂടങ്ങളുടെയോ കഥ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നവൻ അറിയാമായിരുന്നു. ഇന്ന് ആ മഴയത്ത് നിൽക്കുമ്പോഴും ക്രിസ്റ്റഫറിന്റെ മനസ്സിൽ ആ ഗുഹയിലെ തണുപ്പും ചുവന്ന കണ്ണുകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. കാടൊരു മനുഷ്യനെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് അവനിലൂടെ കാണാൻ കഴിയും. കാടെപ്പോഴും കാത്തുനിൽക്കുന്നത് അതിലകപ്പെടുന്നവരെ വിഴുങ്ങാനല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ അതിജീവനത്തിന്റെ യഥാർത്ഥ ശക്തി എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കാനാണ്. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നവർ കാട് ഒരു പുതിയ ജന്മം നൽകുന്നു. തോൽക്കുന്നവർ ആ കാടിന്റെ നിഗൂഢതകളിൽ എവിടെയോ അലിഞ്ഞുചേരുന്നു. ക്രിസ്റ്റഫർ എന്ന മനുഷ്യൻ അവിടെ മരിച്ചു. പകരം കാട് വാർത്തെടുത്ത ഒരു പുതിയ മനുഷ്യനായി അവൻ വീണ്ടും ജനിക്കുകയായിരുന്നു. ഓരോ ദിവസവും നാം കാണുന്ന ലോകത്തിനപ്പുറം എത്രയെത്ര നിഗൂഢതകളാണ് പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.